أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞത്. ഇതിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ആക്ഷേപിക്കുന്ന ആളുകൾ സാധാരണ പറയുന്നത് തന്നെക്കാൾ 15 വയസ്സ് പ്രായമുള്ള ഒരു മധ്യവയസ്കയെ ഇത്രയും യുവാവായ ഒരാൾ വിവാഹം ചെയ്തതിൻ്റെ പിന്നിൽ സാമ്പത്തിക ദുഷ്ടലാക്കാണ് എന്നാണ്. ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു ചരിത്ര രേഖ ഇല്ലെന്ന് മാത്രമല്ല, സൂര്യപ്രകാശം പോലെ സത്യമായ ചരിത്രത്തെ വ്യഭിചരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതാണ് ഇന്നലെ പറഞ്ഞതിൻ്റെ ഊന്ന്. അഥവാ അവരുടെ സാമ്പത്തിക ലക്ഷ്യവും വ്യാപാര സാമ്രാജ്യത്തിൻ്റെ വിപുലീകരണവും ഒക്കെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ. പക്ഷേ മറുഭാഗത്ത് അങ്ങനൊരു ലക്ഷ്യം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ ഇല്ല. കൊച്ചുനാളിലെ സ്വന്തം വിയർപ്പൊഴുക്കി അധ്വാനിച്ച് സ്വന്തം തൊഴിലെടുത്ത് ജീവിച്ചല്ലാതെ ഒരാളുടെ ഔദാര്യം സ്വീകരിച്ചോ മറ്റൊരാളുടെ സ്വത്ത് കണ്ടിട്ട് അതിൽ കണ്ണുവച്ച ചരിത്രം 63 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ എവിടെയുമില്ല. ആ ഭാഗം ഇരിക്കട്ടെ, നമ്മൾ സമയപരിമിതി വെച്ചിട്ട് കൂടുതൽ അതിലേക്ക് ഇനി കടക്കുന്നില്ല. ഇസ്ലാമിൻ്റെ പ്രചാരണം വ്യാപകമായ സമയത്ത് പല നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മാർഗത്തിൽ നിന്നിട്ട് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഏതൊരാളും വശക്കും ഒരറ്റ കൈ പ്രയോഗിച്ചു. തൻ്റെ പ്രിയപ്പെട്ട 3 പെൺമക്കളെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അക്കാലത്ത്. അതിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്ന ഏറ്റവും ഇളയ മകളെ മാത്രമേ കല്യാണം ചെയ്യാതുള്ളൂ. മഹദിയായ മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി പുത്രനാവുന്ന അബുൽ ആസ് വിവാഹം കഴിച്ചു. അത് അവരുടെ താല്പര്യമാണ്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ രണ്ടാമത് തൻ്റെ പിതൃവ്യനായ അബൂലഹബിൻ്റെ 2 മക്കൾ ഉത്ബത്തും ഉതൈബത്തും ഉമ്മു കുൽസൂമിനെയും റുഖിയയെയും കല്യാണം കഴിച്ചു. അപ്പോൾ വിവാഹപ്രായമെത്തിയ കുട്ടികളൊക്കെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞു. മൂത്ത മോള് ഭർത്താവിനൊന്നിച്ച് ജീവിക്കുന്നു. മറ്റ് 2 മക്കളെയും വിവാഹം കഴിഞ്ഞു. ഇനി ഫാത്തിമ എന്ന ഒരൊറ്റ കുട്ടിയല്ലേ ഉള്ളൂ, പ്രായമാകുന്നേ ഉള്ളൂ, ആവുമ്പം ചെയ്യാം. ഇവർ കൂടിയിരുന്ന് പറഞ്ഞു, ആലോചിച്ചു, മുഹമ്മദിന് എന്താ പ്രശ്നമൊന്നുമില്ലല്ലോ, ആൺകുട്ടികളെ പേടിക്കാൻ അവരില്ല, പെൺകുട്ടികളല്ലേ, അവരൊക്കെ നിങ്ങൾ കെട്ടിപ്പോറ്റല്ലേ. ഇപ്പം അദ്ദേഹത്തിന് ഒഴിവാണ്, സ്വസ്ഥാണ്. തൻ്റെ വീട്ടിനകത്ത് സ്വസ്ഥവും ശാന്തവുമാകുമ്പോഴാണ് പുറത്തിറങ്ങി പ്രവർത്തിക്കുക. തലേ കത്തുമ്പോൾ മലയെ കത്തുന്നത് നോക്കൂലല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ആയുധം ഉപയോഗിക്കാനുള്ളത് ഈ മക്കളെയൊക്കെ തലാഖ് ചൊല്ലി തിരിച്ചയക്കാൻ പറയാം. കാരണം ഈ പുതിയാപ്പളമാരൊക്കെ അവരാളുകളാണ്. മൂത്ത മകളെ കെട്ടിയ അബുലാസിയും അവരാളാണ്, ഉത്ബത്തും ഉതൈബത്തും അവരാളാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഷുഐബിൽ പോലും പോകാൻ തയ്യാറാകാത്ത ആളുകളാണ്.
അങ്ങനെ അവർ പ്രതിനിധി സംഘങ്ങൾ 3 ആളുകളെയും സമീപിച്ചു. അബുൽ ആസിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും കുലീന തറവാട്ടിലെ ഒരംഗമാണ്, വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യാപാരിയുമാണ്, നല്ല യുവാവാണ്, തറവാടിയാണ്. ഈ മക്കയിലെ ഖുറൈശി തറവാട്ടിലെ ഏത് ഗോത്രത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളെ ഞങ്ങൾ കെട്ടിച്ചേരാം, മുഹമ്മദിൻ്റെ മകളെ പറഞ്ഞയക്കണം. അദ്ദേഹം പറഞ്ഞു, ലാ ഉഖ്ഫാരിഖു സാഹിബത്തി, എൻ്റെ പത്നിയെ വിട്ടുപിരിയുന്ന പ്രശ്നം ഇല്ല, ആ വിഷയം നിങ്ങൾ എന്നോട് സംസാരിച്ച് സമയം കളയണ്ട. എന്നാൽ അയാൾ ആദർശം മാറിയോ? അവരെ കൂടെ തന്നെയാണ്. ബദർ യുദ്ധത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയുധമെടുത്ത് ശത്രുക്കളുടെ കൂടെ ഉണ്ട്. പക്ഷേ സൈനബ് ബീവിയെ ജീവന് തുല്യം സ്നേഹിച്ച് എന്ത് വന്നാലും വിട്ടയക്കില്ല എന്ന നിലക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അത് പരാജയപ്പെട്ടവൻ പിന്നെ അവർ പോയത് ഉത്ബത്തിൻ്റെയും ഉതൈബത്തിൻ്റെയും അടുത്താണ്. അപ്പോൾ അബൂലഹബും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പത്നിയുണ്ട്. അവർക്കിത് കേട്ടപ്പോഴേക്ക് എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്. ഉടനെ മക്കളോട് വിളിച്ചിട്ട് വാപ്പയും ഉമ്മയും പറഞ്ഞു. വാപ്പ പറയാൻ, റൈസീമിൻ റൈസിക്കുമാ ഹറാം ഇല്ലാം തുഫാരിഖ ബിന്തൈ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിൻ്റെ 2 മക്കളെ നിങ്ങൾ തലാഖ് ചൊല്ലി അയക്കുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല, എൻ്റെ റൈസ് നിങ്ങൾ റൈസ് ഹറാമാണെന്നാണ് ശാശ്വതമായി നമ്മൾ ബന്ധം മുടിഞ്ഞു. അങ്ങനെ ഉത്ബത്തും ഉതൈബത്തും ബഹുമാനപ്പെട്ട റുഖിയ റളിയല്ലാഹു തആല അൻഹയെയും മഹദിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയെയും തലാഖ് ചൊല്ലി. നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ, എന്നാലും തലാഖ് ചൊല്ലി. ഫാത്തിമ ബീവി വളർന്നു വരുന്ന കുട്ടിയാണ്, അവരുണ്ട്. പിന്നെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ മുതിർന്ന മക്കളുണ്ട്, അവരെ കൊണ്ട് പ്രശ്നമില്ല, ചെറിയ കുട്ടികളും ഉണ്ട്, ഇവരെ തൊട്ടടുത്ത് നിൽക്കുന്നത്. അതിൻ്റെ പുറമെ പോറ്റുപുത്രന്മാരായി സെയ്ദുണ്ട്, അലി റളിയല്ലാഹു അൻഹുണ്ട്. ഇതെല്ലാം നോക്കി ഭരിച്ച് നിയന്ത്രിച്ച് കൊണ്ടിരുന്നത് മഹദിയായിരിക്കും ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, യാതൊരു നിലക്കുള്ള അസ്വസ്ഥത കുറവ്, കുട്ടികളുടെ ശബ്ദശല്യമോ അവരുടെ വികൃതിയോ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലോസരപ്പെടുത്താതെ അത്രയും ഭംഗിയായി വീട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മയാണ് മഹദി അവർകൾ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിഷയത്തെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു പ്രശ്നം തന്നെ ഉണ്ടായിരുന്നില്ല. നിറഞ്ഞ തൻ്റെ വീട്ടിനകത്ത് എല്ലാം ഭംഗിയായി കൈകാര്യം ചെയ്ത് ഭർത്താവിനെയും മക്കളെയും വേണ്ടതുപോലെ നയിക്കാൻ മാത്രം കഴിവുറ്റവരായിരുന്നു അവർ. അതോടുകൂടി വ്യാപാരത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരാണ് നുബൂവത്തിൻ്റെ 11-ാം വർഷം റമളാൻ മാസം 17-മായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറപ്പുറമുള്ള ദിവസങ്ങളിലായിട്ട്, ഏതായാലും റമളാനിലാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അബൂ ത്വാലിബ് മരണപ്പെട്ട് 40 പൂർത്തിയാവുന്നതിന് മുമ്പാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. ചില പണ്ഡിതന്മാർ ചരിത്രകാരന്മാരോട് 3 ദിവസത്തിന് വ്യത്യാസമുള്ളൂ. അബൂ ത്വാലിബ് മരിച്ച് 3-ൻ്റെ അന്ന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയും ഇഹലോകവാസം. ഇതോടുകൂടി അകത്ത് നിന്നും പുറത്തു നിന്നുണ്ടായിരുന്ന തണൽ മരങ്ങൾ രണ്ടും നഷ്ടപ്പെട്ടു. പുറമേ നിന്ന് അബൂ ത്വാലിബിൻ്റെ സംരക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരുന്നു. അതേ സമയത്ത് അകത്ത് നിന്നാണെങ്കിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ പിന്തുണയും സഹായവും വലിയൊരളവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദഅവ പ്രവർത്തനത്തിൻ്റെ ഭാരം കുറക്കുമായിരുന്നു. പുറമേ നിന്ന് എന്ത് പ്രതികൂലമായ അനുഭവം ഉണ്ടായാലും ഭാരിച്ച മനസ്സുമായി വിങ്ങുന്ന ഹൃദയവുമായി വീട്ടിൽ വരുമ്പോൾ സമാധാനിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും തൻ്റെ മനസ്സിന് കുളിർമയേകുന്ന നിലക്കുള്ള പെരുമാറ്റവും വാക്കും സമാധാന വാക്കും കൊണ്ടിട്ട് എരിഞ്ഞു കത്തുന്ന ഹൃദയത്തെ തണുത്ത വെള്ളം കൊണ്ട് കെടുത്തുന്നത് പോലെ ശാന്തമാക്കാനുണ്ടായിരുന്നു. അവരും പോയി. ഒരേ സമയത്ത് അകത്തും പുറത്തുമുള്ള സംരക്ഷണം നഷ്ടപ്പെട്ടു.
ഈ മക്കളെ നോക്കി നടത്താൻ, ഇവരുടെ കാര്യം നിയന്ത്രിക്കാൻ എന്ത് ചെയ്യും? ദുൽഹജ്ജ് മാസം വരെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം തൻ്റെ ജീവൻ്റെ ജീവനായ തൻ്റെ ഓരോ അണുക്കളിലും കലർന്നു ചേർന്ന സ്നേഹം സയ്യിദത്തും ഫീ ഖൽബിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ അബ്ദു യമാനി പ്രസിദ്ധമായ ഇന്നഹ ഖദീജത്തുൽ കുബ്ര എന്ന തൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തുന്നത് സയ്യിദത്തും ഫീ ഖൽബിൽ മുസ്തഫ. എന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിൽ ജീവൻ നിലകൊള്ളുന്ന, കുടിക്കൊള്ളുന്ന ഒരു മഹാവനിത എന്നാണ്. അത് വഫാത്ത് വരെയും സജീവമായി തന്നെ അത് നിലകൊണ്ടിരുന്നു. അവരുടെ വേർപാടേൽപ്പിച്ച ആഘാതം തൻ്റെ മക്കളെയും വീടും എന്ത് ചെയ്യണം എന്നറിയാതെ ഈ സ്നേഹത്തിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. എന്നാൽ വീട്ടിൻ്റെ കാര്യമോ, തനിക്ക് വീട് നോക്കിയെടുക്കാൻ കഴിയില്ലല്ലോ. ദീന് ദഅവത്തല്ലേ ഉത്തരവാദിത്വം. ആ ദഅവത്തിന് തടസ്സം വരുന്നയാൾക്ക് നേരത്തെ എന്തൊക്കെ അവർ ചെയ്താലും, മക്കളെ തലാഖിൽ അയച്ചാലും അല്ലാതെന്നാലും ഒക്കെ അതൊക്കെ നോക്കാൻ വീട്ടിൽ ആളുണ്ടായിരുന്നു. നല്ല വീട്ടമ്മയുടെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഈ ഒരു അസ്വസ്ഥമായ സാഹചര്യത്തിൽ ഇത് ഏറ്റവും അറിയുന്നവരാണ് ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു തആല അൻഹ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പത്നിയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്. അപ്പോൾ സ്വന്തം സഹോദരന്റെ പത്നിയാവുന്ന ഖൗല ബിൻത് ഹക്കീം അവർ സത്യവിശ്വാസിനിയുമാണ്. അവർക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇപ്പോഴത്തെ പെരുമാറ്റവും അവസ്ഥയുമൊക്കെ കണ്ടിട്ട് ആ മനസ്സ് വല്ലാതെ അസ്വസ്ഥവും പ്രശ്നകലുഷിതവുമാണെന്ന് മനസ്സിലാക്കി അവർ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ ചെന്നിട്ട് പറഞ്ഞു. അക്കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വരെ പോയിട്ടില്ല. അതാണ്. അപ്പം എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സിനെ ഈ രണ്ട് മരണങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ആളുകളൊക്കെ ഹജ്ജിന് പോയി. ആ സമയത്താണ് ഖൗല ബിൻത് ഹക്കീം വന്നിട്ട് പറയുന്നു, ഹബീബായ നബിയെ, ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. അവിടത്തേക്ക് ജീവന്റെ ജീവനായിരുന്ന പ്രിയപത്നി വേർപെട്ടു പോയി. അത് അല്ലാഹുവിൻ്റെ അലംഘനീയമായ നിയമമാണ്, നമുക്ക് നിവൃത്തിയില്ല. പക്ഷേ അങ്ങ് ദഅവത്തുമായി നടക്കുമ്പോൾ ഈ വീട്ടിൻ്റെയും വീട്ടിലെ മക്കളുടെയും കാര്യം നിയന്ത്രിക്കാൻ ഒരാൾ വേണ്ടേ? അല്പസമയത്തിനൊന്നും മറുപടി പറഞ്ഞില്ലെങ്കിലും ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, ഫമൻ, ആരാണ് അതിന് പറ്റുന്ന ആള്? ഖൗല പറഞ്ഞു, അൻതി ബിക്റുൻ വസയ്യിബ്. ഒന്ന്, അവിടത്തേക്ക് എന്തുകൊണ്ടും അനുയോജ്യമാവുന്ന ഒരു കന്യാ പെൺകുട്ടിയുണ്ട്. അതെന്തായാലും ഇവിടത്തേക്ക് യോജിച്ച. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ ആ കുട്ടിക്കാവൂല. ഈ മക്കളെ നോക്കലും വീട് ഭരിക്കലും കാര്യങ്ങൾ നിയന്ത്രിക്കലും ഒന്നും അതിനുള്ള പ്രായമായിട്ടില്ല. എന്നാൽ അതിനെല്ലാം പറ്റുന്ന പക്വമതിയായ യോഗ്യയായ ഒരു മധ്യവയസ്കയായ സ്ത്രീ അതും വേറെയുണ്ട്. അപ്പോൾ തങ്ങൾ ചോദിച്ചു, ആരാണ് നിങ്ങൾ ഉദ്ദേശിച്ച കന്യ? ആരാണ് നിങ്ങൾ ഉദ്ദേശിച്ച മധ്യവയസ്ക? ഖൗല ബിൻത് ഹക്കീം പറഞ്ഞു, മറ്റാരുമല്ല, ബിന്ദു അഹബ്ബിൽ ഖൽഖി ഇലൈക. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നിങ്ങളേറെ പ്രിയം വെക്കുന്ന അഹബ്ബുൽ ഖൽഖാവുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ട് മക്കളേ ഉള്ളൂ. തങ്ങൾക്കറിയാം, എപ്പോഴും പരിചയമുള്ളവരല്ലേ. ഒന്ന് അസ്മാ ആണ്. അസ്മാ കല്യാണം കഴിഞ്ഞ് മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ചിട്ടുണ്ട് അസ്മാവിന്. ഈ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹുവിൻ്റെ ആങ്ങളയുടെ മകനാണ് സുബൈർ ബിൻ അവ്വാം. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പിതൃ സഹോദരിയാവുന്ന സഫിയ ബീവിയാണ് ഉമ്മ. അപ്പം അമ്മായിൻ്റെ മോനുമാണ്, അതോടുകൂടി അളിയൻ്റെ മോനുമാണ്. തൻ്റെ അളിയൻ്റെയും അതോടുകൂടി അമ്മായിയുടെയും മോനായ സുബൈർ അസ്മാനെ കെട്ടി. പിന്നുള്ളത് 5 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയല്ലേ. 5 വയസ്സ് കഴിഞ്ഞ് 6 വയസ്സെങ്കിലേക്ക് എത്തിയിട്ടുള്ള കുട്ടി. ഒരു റിവായത്തിൽ കാണാം 7-ാം വയസ്സ്, 6 വയസ്സ് പൂർത്തിയായി 7-ാം വയസ്സിൽ എന്ന് ചില റിവായത്തുകളിൽ കാണാം. ഏതായാലും തമ്മീസിൻ്റെ വയസ്സിലേക്ക് എത്തി വരുന്നേ ഉള്ളൂ. കുട്ടിയോട് ഒരു വീട് ഭരിക്കാനൊന്നും കഴിയില്ല, വീട്ടുകാര്യങ്ങൾ നോക്കാൻ കഴിയില്ല. ഏതായാലും സിദ്ദീഖുൽ അക്ബറുമായുള്ള ബന്ധം എന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന് തന്നെ ഒരു പ്രസന്നതയും ഒരു സമാധാനവും വന്നു. കാരണം അത് സിദ്ദീഖുൽ അക്ബർ എന്ന് പറഞ്ഞാൽ എണപിരിയാത്ത കൂട്ടുകാരാണ്. 2 വയസ്സ് നബിയേക്കാൾ താഴെയാണെങ്കിൽ പോലും ജാഹിലിയ കാലത്ത് തന്നെ എണപിരിയാത്ത കൂട്ടുകാരായി വളർന്നവരാണവർ. പിന്നെ ഇസ്ലാമിന് ശേഷം പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ബന്ധം എന്തുകൊണ്ടും നല്ലതാണ്. കാരണം അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു കടപ്പാട് വീട്ടിൽ കൂടിയായിരിക്കും എന്ന് മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യം നടക്കൂലല്ലോ. സയ്യിബാരാണെന്ന് ചോദിച്ചപ്പോൾ നമുക്കൊക്കെ സുപരിചിതനായ മക്കയിലെ വലിയ നേതാവായ സുഹൈൽ ബിൻ അംർ, ബൈഅത്തുർ റിദ്വാനിൽ കരാർ എഴുതി ഖുറൈശികളുടെ പ്രതിനിധിയായി ഒപ്പിട്ട സുഹൈൽ ബിൻ അംറിൻ്റെ സഹോദരൻ സക്രാൻ ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു ആദ്യകാല വിശ്വാസികളിൽപ്പെട്ട ആ കുടുംബം തന്നെ അങ്ങനത്തെ ഒരു കുടുംബമാണ്. ഹബിഷയിലേക്ക് 82 ആളുകൾ പോകുമ്പോൾ മക്കയിലെ മൊത്തം വിശ്വാസികളിൽ നിന്നിട്ട് 82 ആളുകൾ പോകുമ്പോൾ ഈ ഒരൊറ്റ കുടുംബത്തിൽ നിന്ന് 4 പുരുഷന്മാരും 4 സ്ത്രീകളും ഉൾക്കൊള്ളുന്ന 8 ആളുകൾ, 4 ജോഡി. അതിൽ ബഹുമാനപ്പെട്ട സൗദ റളിയല്ലാഹു അൻഹു പെട്ട്, അവരുടെ സഹോദരൻ പെട്ട്, 2 സഹോദരന്മാർ, അവരുടെ ഭാര്യമാർ, ഇങ്ങനെ 8 ആളുകൾ ആ ഒരൊറ്റ കുടുംബത്തിൽ നിന്ന് ഹബഷയിലേക്ക് ഹിജറ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ തുടക്കകാലം മുമ്പ് തന്നെ ഇസ്ലാമിന് വേണ്ടി സകലതും ത്യജിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പിന്തുണച്ച് നിൽക്കുന്ന കുടുംബമാണ്. അദ്ദേഹം പിതാവാണെങ്കിലോ വൃദ്ധനായ മക്കയിലെ എല്ലാവരും ആദരിക്കുന്ന വലിയ ഒരു നേതാവുമാണ്. സൗദ ബിൻത് സമ്അ എല്ലാവർക്കും അറിയാം. പക്ഷേ സൗദ ബിൻത് സമ്അ വിവാഹം ആവശ്യമുള്ള ഒരു പ്രായത്തിലല്ല ഇപ്പോൾ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമപ്രായക്കാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 51 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പുരുഷനതൊരു പ്രശ്നമില്ലെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് 51 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വിവാഹ മാർക്കറ്റിൽ പിന്നെ വല്ലാതെ ചിലവാവില്ല. അവർക്കും തന്നെ പൊതുവെ അങ്ങനെ വിവാഹത്തോടുള്ള താല്പര്യം അതില്ല താനും. ഹബഷയിലെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പ് സക്രാൻ ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു രോഗബാധിതനായി മരണപ്പെട്ട് മക്കളില്ല എന്നതാണ് പ്രബല അഭിപ്രായം. അങ്ങനെ വിധവയായ ആദ്യകാല വിശ്വാസിനിയും ഇസ്ലാമിന് വേണ്ടി ഹിജറ പോകുന്നത് ഉൾപ്പെടെയുള്ള ത്യാഗം ചെയ്തവരുമായ അവർ ഇത്രയും കൂടുതൽ ഇസ്ലാമിനെ പിന്തുണച്ച് ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട വാപ്പ വിശ്വസിച്ചിട്ടില്ല, വേറെ വിഷയം. സമ്മത്ത് വിശ്വസിച്ചിട്ടില്ല. അയാൾ നേരത്തെ അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയി. പക്ഷേ അയാളുടെ മക്കള് അന്നുണ്ടായിരുന്ന അബ്ദു ബിൻ സമ്അ ഉൾപ്പെടെ പിന്നീട് സഹാബാക്കളിലാണ് വരുന്നത്. അത് കൊള്ളാം. ഇപ്പോഴത്തെ ആവശ്യം പ്രധാനമായും ഈ വീട്ടിലെ കാര്യങ്ങളും ഈ യുവതികളായ മക്കൾ അവർ കാര്യങ്ങളൊക്കെ നോക്കി നിയന്ത്രിച്ച് നടക്കാൻ അവരുടെ ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്ന ഒരാളാണ്. അത് കൊള്ളാം. 2 പേരോടും അന്വേഷിച്ചോ എന്ന് പറഞ്ഞ് ഹൗലായെ പറഞ്ഞു വിട്ടു. ഞാൻ ചുരുക്കാം. ആദ്യം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല വീട്ടിൽ ചെന്നു. ഞാൻ അത് വിശദമായി പറഞ്ഞാൽ സമയം നീളുന്നതോട് ചുരുക്കുക. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു തആല ഭാര്യയാണ് ആദ്യം കണ്ടത്, ഉമ്മു റുമാൻ റളിയല്ലാഹു തആല. ഉമ്മു റുമാനോട് പറഞ്ഞു, അല്ലാഹു തആല നിങ്ങൾക്ക് എത്ര വലിയൊരു ഖൈറാണ് ചെയ്യാതിരിക്കുന്നത്. എന്താ? ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പുത്രിയുടെ വിവാഹം അന്വേഷിക്കാൻ വേണ്ടി വിട്ടതാണ് എന്നെ.
അവർക്കുണ്ടായ സന്തോഷത്തിന് കണക്കില്ല. കുട്ടിയുടെ വാപ്പ വരട്ടെ. നമ്മളെ സംസ്കാരപ്രകാരം നമ്മൾ പെണ്ണുങ്ങളല്ലോ കാര്യങ്ങൾ തീരുമാനിക്കരുത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ സ്ഥലത്തില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നതുവരെ കാത്തിരുന്നു. വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന സന്തോഷത്തിന് അതിരില്ല. കൂട്ടത്തിൽ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മുത്തമ്മിൻ അദിയുമായിട്ടൊരു വാക്കുണ്ട്. ആ വാക്ക് നടന്നതുകൊണ്ട് വാക്ക് മാറാൻ വയ്യല്ലോ. അങ്ങനെ അത് ബുദ്ധിപരമായി കൈകാര്യം ചെയ്തു. അവർ സ്വയം പിന്മാറി. ഇത് നമ്മളൊരു സാമ്പിൾ പറഞ്ഞാൽ, നബി തങ്ങൾ 6 വയസ്സായ കുട്ടീനെ കിട്ടിയെങ്കിൽ ആ 6 വയസ്സിന് മുമ്പ് 5-ാം വയസ്സിൽ അന്നത്തെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്ന മുത്തമ്മിൻ അദീനെ അവനെ കൊണ്ട് കല്യാണം ഉറപ്പിച്ചെങ്കിൽ, ഞാൻ അത് മാത്രമല്ല അതിലേക്കാണ് കിടന്നാൽ കുറേ പറയാണ്ട്, ഓരോ വിഷയം നീട്ടി പറയുന്ന സമയമില്ലാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ അബ്ദുള്ള എന്നവർ 25-ാമത്തെ വയസ്സിലാണ് ആമിന ബീവിയെ കിട്ടുന്നത്. ആമിന ബീവിക്ക് അന്ന് 15 വയസ്സാണ്. 18 വയസ്സ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്, പക്ഷെ പ്രബലം അല്ല. ആ സമയത്ത് 100 വയസ്സ് കടന്ന അബ്ദുൽ മുത്തലിബ്, 100 വയസ്സ് കടന്നിട സമയത്ത് 120 വയസ്സ് ജീവിച്ചാണ് അബ്ദുൽ മുത്തലിബ് എന്നാ. ഈ 100 വയസ്സ് കടന്ന അബ്ദുൽ മുത്തലിബ് വഹബിൻ്റെ മകളെ മകനോട് കല്യാണം കഴിച്ചപ്പോൾ വഹബിൻ്റെ അനുജൻ വുഹൈബിൻ്റെ മകൾ ഫാത്തിമയെ ഒറ്റ ഡേറ്റിലാണ് കെട്ടിയത്. ചോദിക്കാണ്, 25 വയസ്സായ ചെറുക്കുള്ള ആദ്യ വിവാഹം കഴിയുന്ന മകനോട് ജ്യേഷ്ഠൻ്റെ മകൾ ആമിന 15 വയസ്സുള്ള ആമിനയെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ അവരുടെ സമപ്രായക്കാരിയാവുന്ന ഫാത്തിമ, വുഹൈബിൻ്റെ മകൾ ഫാത്തിമയെ 100 വയസ്സ് കഴിഞ്ഞ അബ്ദുൽ മുത്തലിബ് വിവാഹം കഴിക്കുന്നു. ഒരു സമയത്ത് ബാപ്പാൻ്റെയും മകൻ്റെയും കല്യാണം ഒരു വീട്ടിൽ നിന്ന്, ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും മക്കള്. എന്നിട്ട് ഖുറൈശി തറവാട്ടിലെ ഉന്നത കുലമായ ബനൂ സുഹറക്കാർ അവരുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് കണ്ടത്. ഖുറൈശികളുടെ രാജപദവിയിലിരിക്കുന്ന അബ്ദുൽ മുത്തലിബ്, അയാൾക്ക് എത്ര വയസ്സായിരുന്നല്ല, 100 വയസ്സിൻ്റെ മേലെയുള്ള അബ്ദുൽ മുത്തലിബ് കെട്ടുന്നത് ആരെയാണ്? വുഹൈബിൻ്റെ മകൾ കേവലം 15 വയസ്സുള്ള ഫാത്തിമയെ. അതവരുടെ അന്തസ്സിൻ്റെ, അഭിമാനത്തിൻ്റെ, അവരുടെ ഗോത്രത്തിൻ്റെ മഹിമയുടെ അടയാളമായിട്ടാണ്. അതിൽ കുട്ടി ഉണ്ടായി 110 കഴിഞ്ഞിട്ട് പിന്നെ അല്ലെ 100 വയസ്സ് കഴിഞ്ഞിട്ട് എന്തിനാ പെണ്ണിട്ടിട്ട്, അതിൽ ജനിച്ച കുട്ടിയാണ് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു. ഒറ്റൊരു ദിവസമാണ് ഈ അബ്ദുൽ മുത്തലിബും മകൻ അബ്ദുള്ളയും വഹബിൻ്റെയും വുഹൈബിൻ്റെയും മക്കളാവുന്ന ആമിനെയും ഫാത്തിമയെയും കല്യാണം കഴിക്കുന്നത്. ആമിനക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ അതേ പ്രായത്തിൽ അതേ വർഷത്തിൽ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമക്ക് ജനിച്ചു. അത് അവർ രണ്ടാളും ഒരു പ്രായക്കാരാണ് അറിയുന്നത്. പിന്നെ ഇതിൽപ്പെട്ടതല്ലെങ്കിലും ചിലവർക്കൊരു സംശയം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ ചെറിയ മകനാണെന്നാണല്ലോ ബയല് അറിയണമല്ലൊക്കെ പരിചയപ്പെടുത്തരുത് അല്ലേ? അതൊരു പറച്ചിലാ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ അറക്കാൻ കൊണ്ടുപോകുന്ന സംഭവത്തിൽ ആ സമയത്ത് ജീവിച്ചിരിക്കുന്നതിലേക്കും ചെറിയ മകന, അത്രയും അർത്ഥമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ 2 വയസ്സേ കൂടുതലുള്ളൂ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളെക്കാൾ കേവലം 2 വയസ്സ്. പിന്നെ നബി തങ്ങളെ അതേ പ്രായമാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു. ആ രണ്ടാളാപ്പാരും അതേ സമപ്രായക്കാരായിട്ട് പോകുന്നവരാണ്. അപ്പം എന്ത് പറഞ്ഞു? മക്കയിൽ ഒരു തറവാടിയാണെങ്കിൽ അവൻ ഏത് പ്രായത്തിലുള്ള കെട്ടുന്നതും ആ തറവാട്ടിനൊരു മഹിമാന്നല്ലാതെ അത് അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു നാണക്കേടുള്ള വിഷയമല്ല. ആ സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കണം. 51 വയസ്സായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വയസ്സ് കഴിഞ്ഞ് 7-ാം വയസ്സിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആയിഷ സിദ്ദീഖ ബിന്തു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹയെ നിക്കാഹ് ചെയ്തു എന്ന് പറയുന്നത് അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിലോ നൈതിക ചുറ്റുപാടിലോ ഒരിക്കലും യാതൊരു തരത്തിലുള്ള അസാംഗത്യവുമില്ല. നിയമപരമാണ്, സാമൂഹ്യമായ അംഗീകാരമുള്ളതാണ്. പിന്നെ അതെങ്ങനെ തെറ്റെന്നറിയാം? അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം വയസ്സുള്ള കുട്ടിനെ കെട്ടിയപ്പം മാപ്പിള മുഴുവനും 5 വയസ്സും 6 വയസ്സുള്ള കുട്ടികളെ കെട്ടുകയാണ്. അങ്ങനെ വല്ല കേടുണ്ടോ?
ഒരാളോട് നിയമം ചോദിക്കുകയാണ്, തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും തെറ്റില്ല. അത് സുന്നത്താണ്, നിങ്ങൾ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞണോ? ഇല്ല. അന്നത്തെ സാഹചര്യത്തിൽ സമൂഹം അതിനെ 100% നിയമവിധേയമായി കണ്ടിരുന്നതാണ്. അന്നത്തെ സാമൂഹ്യ ചുറ്റുപാട് അതിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിയമപരമായോ സാമൂഹികമായോ ഒരു അനീതിയും ആ വിഷയത്തിലില്ല. പറയുന്നവർ സ്വന്തം കാലിലെ മന്ത് കാണാതെ ആരാൻ്റെ വിരലിലുള്ള മുഴ കാണുന്നവരാണ് എന്നേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് കടന്നു വന്ന അതിൻ്റെ സമയം നീളുമ്പോൾ പഠിച്ചിട്ടാ ഈ പറയുന്ന യൂറോപ്പിൻ്റെ വക്താക്കളും അവിടെ യൂറോപ്പിൽ മഴ പെയ്യുമ്പോൾ ഇങ്ങ് കേക്ക് ഇന്ത്യയിൽ കൊടപിടിക്കുകയും ചെയ്യുന്ന അവരുടെ മുഖല്ലിദീങ്ങളും കണ്ണുമടച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഇന്നലെ മിഞ്ഞാന്ന് നമ്മൾ ഉണർത്തിയ മുഖത്തിൽ നിന്ന് കണ്ണ് ചൂഴ്ന്നെടുത്താൽ എത്ര സുന്ദരമായ അവയവമാണെങ്കിലും ചൂഴ്ന്നെടുത്ത കണ്ണ് തളികയിൽ വെക്കുമ്പോൾ അത്രയും ഭീകരമായ ഒരവയവം വേറെ ഉണ്ടാവില്ല. അതെന്തുകൊണ്ട്? അത് ആസ്ഥാനത്ത് കണ്ടിട്ടാണ് പ്രശ്നം. സ്ഥാനത്ത് കാണുമ്പോൾ അത് ഭംഗിയാണ് എന്നതുപോലെ അന്നത്തെ നിയമവും സാമൂഹ്യ ചുറ്റുപാടും പഠിച്ചാൽ അതിൽ ഒരു പ്രശ്നവുമില്ല. അതിലേക്ക് ഞാൻ കൂടുതൽ കടന്നു വരുന്നില്ല. അവിടെ അല്ല ആയിഷ ബീവിൻ്റെ പ്രശ്നം. ഏതായാലും അങ്ങനെ നിക്കാഹ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹും കഴിഞ്ഞു, സൗദ റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹും കഴിഞ്ഞു. സൗദ റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹിനെ പറ്റി തന്നെ പറയണത്, ഇവർ ചെന്ന് ആദ്യം സൗദ ബീവിയോട് അന്വേഷിച്ചു. ഈ വിവരം ഇതേ ശരി തന്നെ പറഞ്ഞു. ഓ മാതാ സാഖല്ലാഹു ഇലൈകി മിനൽ ഖൈർ, എന്ത് വലിയ ഖൈറാണ് അല്ലാഹു തആല നിങ്ങൾക്ക് കൊണ്ടുവന്നിരുന്നത്, എന്താണത്? അപ്പോൾ അവരും തന്നെ ദീർഘകാലം ഹബശയിൽ താമസിച്ച് നാടും വീടും കുടുംബവും വിട്ട് ജീവിച്ച് അസ്വസ്ഥത മാറാതെ തിരിച്ചു വന്ന് ആഴ്ചകൾക്കുള്ളിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് സഖ്റാൻ ബിൻ അംർ റളിയല്ലാഹു തആല വഫാത്തായ വൈദവ്യം അനുഭവിക്കുകയാണ്. അപ്പോഴാണ് എന്താണത് ഖൈർ എന്ന് ചോദിച്ചപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ വിവാഹം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ അയച്ചതാണ്. അവർക്കുണ്ടായ സന്തോഷത്തിനൊരു കണക്കില്ല. ഞാനത് എന്നോ കൊതിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ സ്വപ്ന കഥ ഉണ്ടാവുന്ന ഇപ്പം ഞാൻ കിടക്കുന്നില്ല, എനിക്ക് ഒപ്പം കിടക്കുന്നില്ല, കിടക്കേണ്ട സമയത്ത് വേറെ കിടക്കും. അങ്ങനെ പാപ്പണ്ട് അപ്പുറത്ത്. അപ്പം എന്താ വെച്ചാൽ ആങ്ങളുൾപ്പെടെ ഹജ്ജിന് വീണ്, മക്ക മുഴുവൻ ഹജ്ജിലാണ്. പക്ഷേ ഇദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാതെ അത്രയും വൃദ്ധനാണ്. പക്ഷെ ബുദ്ധിക്കും ചിന്തക്കൊന്നും ആലോചന തകരാറൊന്നും വന്നിട്ടില്ല. തടിക്ക് ആരോഗ്യമില്ല, വാർദ്ധക്യത്തിലായതുകൊണ്ട് അദ്ദേഹം ഹജ്ജിന് പോയിട്ടില്ല. അപ്പോൾ പറഞ്ഞു വാപ്പണ്ട്, ഒന്ന് പറഞ്ഞാളാ, വാപ്പാൻ്റെ അഭിപ്രായം അന്വേഷിക്കണമല്ലോ, കെട്ടിച്ചു കൊടുക്കേണ്ട വാപ്പയാണല്ലോ. വാപ്പനോട് ചെന്ന് പറഞ്ഞു, മുഹമ്മദ് ബിൻ അബ്ദില്ല നിങ്ങളുടെ മകൾ സൗദയെ വിവാഹം ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എവിടുന്നോ കിട്ടിയ ഒരു ആരോഗ്യത്തോടു കൂടി ചാടി അടിയിട്ട് പറഞ്ഞു, കുഫൂൻ കരീം, തറവാടിന് പറ്റുന്ന നല്ല മാന്യനായ യുവാവാണ്, എന്തുകൊണ്ടും യോജിക്കും, അത് നടത്താം. അബ്ദുൽ മുത്തലിബിൻ്റെ മോനൊക്കെ പേരമാനി എൻ്റെ മോളെ കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊരു അന്തസ്സാണത്. പക്ഷെ ഞാനല്ലല്ലോ ഇത് സമ്മതിക്കേണ്ട, ഓളൊരു വിധവയല്ലേ, ഈ ഓളോട് ചോദിച്ചു. ആ ഓൾക്ക് സമ്മതമാണ് എത്രയായിരുന്നു. അതുപോലെ മോളെ നീ ഓളങ്ങോട്ട് വിളിക്കുക. അങ്ങനെ ഹൗല ചെന്നിട്ട് ബഹുമാനപ്പെട്ട സൗദ ബീവിയെ വിളിച്ചു. വാപ്പ വിളിക്കുന്നുണ്ട്. വിളിച്ചടിച്ചു നിന്ന്, മോളെ ഹൗല ബിന്ത് ഹക്കീം ഇവള് പറയാണ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നെ കല്യാണം അന്വേഷിക്കണില്ല അത്രേ, നിൻ്റെ അഭിപ്രായം എന്താ മോളെ? എനിക്കും ഇഷ്ടമാണ്. ഉടനെ ഹൗലയെ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ പറയാൻ. അതാണ് അത്രയും ലളിതമാണ് അന്നത്തെ കല്യാണത്തിൻ്റെ ഒപ്പ്. രണ്ട് കക്ഷിക്കും പറ്റും. ആകാൻ പോകാന്ന് പറഞ്ഞാൽ പിന്നെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല, വരാൻ പറയാറിഞ്ഞ്. ഈ വിവരം വന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പിതൃവ്യന്മാരും കൂടി വന്നു. സമഅത്ത് ബഹുമാനപ്പെട്ട സൗദ റളിയല്ലാഹു തആല അൻഹയെ നിക്കാഹ് ചെയ്തു കൊടുത്തു. ഒറ്റയ്ക്കല്ല, അതിന് സാക്ഷിയാണല്ലോ. അതിന് പിതൃവ്യന്മാരെയും കൂട്ടിയിട്ട് തന്നെയാണ് ഖദീജാവിനെ കെട്ടാൻ പോയതും. അതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹും പിതൃവ്യന്മാരുണ്ട്, അവരെ കൂട്ടിയിട്ട് വന്ന് നിക്കാഹ് ഭംഗിയായി നടന്നു. ഹജ്ജിന് പോയ അബ്ദുബിൻ സമ അന്ന് മുസ്ലിമായിട്ടില്ല. അയാൾ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ കേട്ട വാർത്ത സൗദയെ മുഹമ്മദ് ബിൻ അബ്ദുള്ള കല്യാണം കഴിച്ചണത്രേ. ഇയാള്
നമ്മൾ ഒന്നിച്ച് ഇതുവരെ അവർക്കെതിരിൽ വാളെടുത്ത് ഇറങ്ങി അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം മക്കളെ തലാക്കല്ലിക്കാൻ പോയ കമ്മിറ്റിയിൽപ്പെട്ട ആളാണ് ഞാൻ. എന്നിട്ട് സൗദനെ മുഹമ്മദിന് കെട്ടിച്ചു കൊടുത്തു. ഇയാളുടെ ദുഃഖം ബാപ്പ ചെയ്തതല്ലേ, പിന്നെ നിർത്തിയില്ലല്ലോ. ദുഃഖം കൊണ്ട് അയാൾ മണ്ണ് വാരി തലയിലിട്ടു എന്നാ പറയുന്നത്. ദുഃഖം കൊണ്ട് സഹിക്കാൻ കഴിയ. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലും വിശ്വസിച്ചു, സഹാബിയായി. അന്ന് പറയാണ്, ഞാൻ എത്ര വലിയ വിഡ്ഢിയാണ്. സയ്യിദു സഖലൈനി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മകള് സൗദയെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ദുഃഖം പ്രകടിപ്പിച്ച് തലയിൽ മണ്ണ് വാരിട്ട് എത്ര വലിയ വിഡ്ഢിയായിരുന്നു ഞാൻ എന്ന് പിന്നീട് പറയാ. അങ്ങനെ അവർ വീട്ടിൽ അവരൊരു മണവാട്ടിൻ്റെ ഒരു ലാഞ്ചനയുമില്ല. ഒരു വീട്ടമ്മയായാണ് കയറി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 51 വയസ്സായതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ലൈംഗികമായ പ്രത്യേക താല്പര്യമൊന്നും ഇല്ലാത്ത പ്രായമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിൽ ഭാര്യയാകുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന മോമിനീങ്ങളുടെ ആദർശമാതാക്കളാണ്. വസ്വാജുഹു ഉമ്മഹാത്തുഹും, ആദർശമാതാക്കളാണ്. എത്ര വലിയൊരു ആദരവാണ്, എത്ര വലിയൊരു അംഗീകാരമാണ് അള്ളാഹു തആല തരുന്നത്. അത് മാത്രമാണ് അവരുടെ അഭിലാഷം. അങ്ങനെ സ്വന്തം ഉമ്മയെപ്പോലെ തന്നെ ആ വീട്ടിലുള്ള മക്കളെ നിയന്ത്രിക്കുകയും അവരെ സംരക്ഷിക്കുകയും അവരെ പരിപാലിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമായ ഖിദ്മത്തുകളൊക്കെ ചെയ്തുകൊണ്ട് സന്തോഷമായി ആ വീട്ടിൽ അവർ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ആശ്വാസമായി. കാരണം കുട്ടികളുടെ കാര്യവും വീട്ടിൻ്റെ കാര്യവും ഒക്കെ നോക്കി നടത്താൻ പക്വതയുള്ള കഴിവുറ്റ, എന്നാൽ നബി തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസിനി പകരം വന്നല്ലോ. ഖദീജ റളിയല്ലാഹു തആല പകരമാകില്ലെങ്കിലും തൻ്റെ പ്രശ്നത്തിന് പരിഹാരമായല്ലോ. തനിക്കും തന്നെ എല്ലാവിധ ഖിദ്മത്തും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആശ്വാസമാണ്. അങ്ങനെ നീട്ടി പറയുന്നില്ല. മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ആരെയും കൂട്ടിയിട്ടില്ലല്ലോ. പിന്നീട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പോറ്റുമകനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസത്തിൻ്റെ നേതൃത്വത്തിൽ 2 ആളുകളെ അവിടുത്തെ മൗല അബൂ റാഫീനെയും കൂട്ടി മക്കയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട സൗദാ ബീവിയെയും അതുപോലെ തന്നെ തൻ്റെ മക്കളെയും ഒക്കെ കൂട്ടി വരാൻ വേണ്ടി അയച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവരുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു റൂമാനെയും മകൾ അസ്മാഇനെയും കൊച്ചുമകൾ ബഹുമാനപ്പെട്ട ആയിഷയെയും കൂട്ടി വരാൻ വേണ്ടിയിട്ട് ഒരു എഴുത്ത് ഈ കൂട്ടത്തിൽ തൻ്റെ മകനാവുന്ന അബ്ദുള്ളക്ക് കൊടുത്തയച്ചു. അബ്ദുറഹ്മാനും അബ്ദുള്ളയുണ്ട് മക്കത്ത്. പക്ഷേ അബ്ദുള്ള നേരത്തെ തന്നെ സത്യവിശ്വാസിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഖിദ്മത്ത് ചെയ്യുന്ന ആളുമാണ്. അബ്ദുറഹ്മാനാണ് മൂത്ത മകൻ ആയിഷ ബീവിയുടെ നേരെ ആങ്ങളെയാണത്. മറ്റേത് അബ്ദുള്ള വേറമ്മയിലുള്ള മകളാണ്. പക്ഷേ അദ്ദേഹമേ സത്യവിശ്വാസിയായിട്ടുള്ളൂ. അതുകൊണ്ട് അബ്ദുള്ളക്ക് കത്തയച്ചു. ഈ കത്ത് കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയും മക്കളും പോരുന്ന കൂട്ടത്തിൽ ഉമ്മു റൂമാനെയും അസ്മായിനെയും ആയിഷയെയും കൂട്ടി വരണം. ഇതനുസരിച്ച് നബി തങ്ങളുടെ കുടുംബവും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബവും മദീനയ്ക്ക് പോയി. അന്ന് ആയിഷ ബീവിയായിട്ട് വീട് കൂടിയിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് അടുത്ത വർഷത്തിൻ്റെ തുടക്കത്തിൽ, ആ 2-ാം കൊല്ലം എന്ന് പറഞ്ഞാൽ വന്ന കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലത്തിൻ്റെ തുടക്കത്തിലാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ശവ്വാലിൽ വീട് കൂടുന്നത്. നിക്കാഹിച്ചതും ശവ്വാലിലാണ്. 3-ാമത്തെ ശവ്വാലിൽ വീട് കൂടുകയും ചെയ്തു. 9 വയസ്സായ ഒരു കുട്ടി 53 വയസ്സായ ഒരു പുരുഷൻ്റെ ഭാര്യയാകുക എന്ന് പറഞ്ഞാൽ അത് പീഡനമല്ലേ? ആണോ? ഇപ്പൊ നമ്മൾ പറയും പീഡനം എന്ന്. എന്താ? അതൊരു എളുപ്പമാണ്. വാഴ മുള്ളിൽ വീണാലും മുള്ള് വാഴയിൽ വീണാലും കേട് പറ്റുന്നത് എപ്പോഴും വാഴക്ക. ഇപ്പോഴുള്ള ചില നിയമങ്ങൾ അങ്ങനെയാണ്. ചെയ്ത തെറ്റ് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഉത്തരവാദിത്വം മുഴുവനും ആണിൻ്റെ പരടിയിൽ വെച്ച് കിട്ടുന്ന ഒരു കാലം. ഒരു പുരുഷനെ വശീകരിച്ച് അവനെ സ്വന്തമാക്കി കൊല്ലങ്ങളോളം അവളുടെ ലൈംഗിക താല്പര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കൊണ്ടു നടന്ന് എന്തോ ഇവൻ്റെ സ്വത്തിലോ മറ്റോ കണ്ണ് വെച്ച് അത് കിട്ടാതാവുമ്പം
ഇത്രയും കാലം പീഡനത്തിൻ്റെ ആരോപണം, കേസ് കൊടുത്ത പീഡന, യഥാർത്ഥത്തിൽ ഇവള് ഓനെ പീഡിപ്പിച്ച്. പക്ഷേ നിയമത്തിന് മുന്നിൽ ആരാണ് പീഡനം നടത്തിയത്? പുരുഷനാ. അത് ഇപ്പം ഇന്നലെ മിഞ്ഞാന്ന് ബുദ്ധിയില്ലാത്ത ചിന്തിക്കാത്ത ആളുകൾ എഴുതിയുണ്ടാക്കിയ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന എന്തോ ചില കെട്ടുകഥകൾ, ഇത്രയെ പറ്റി പറയാൻ പറ്റുള്ളൂ. നിഷ്പക്ഷമായി ചിന്തിക്കും. ആണും പെണ്ണും കുടുംബം എന്ന് പറയുന്ന ആ ഗവൺമെൻറ്റിൻ്റെ രണ്ട് അധികാരികളല്ലേ, അവൾക്ക് ബാധകമാകുന്നതൊക്കെ അവനും ബാധകമാണ്ടേ? അതല്ല, പെണ്ണിൻ്റെ സമത്വം വാദിക്കുക എന്നല്ലാതെ പെണ്ണ് ഇന്ന് അഫലയും ചപലയുമായി തന്നെയാണ് ഈ നിയമങ്ങളൊക്കെ കാണുന്നത്. ഇസ്ലാം മാത്രമാണ് പെണ്ണിന് എന്തെങ്കിലും ഒരു സമത്വം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമേ ചെയ്തിട്ടുള്ളൂ. മറ്റേതൊക്കെ അവരെ അഫലകളും ചപലകളുമാക്കാണ്. അല്ലെങ്കിൽ 30% അല്ലെങ്കിൽ 35% അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും 50% പഞ്ചായത്തിലേക്കും താലൂക്കിലേക്കും ജില്ലയിലേക്കും വേണം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നു, എന്താ കാരണം? എന്തിനാ സംവരണം? സ്ത്രീ സമത്വമില്ല, സ്ത്രീ തുല്യ അല്ല എന്നുകൊണ്ട്. പുരുഷനോട് തുല്യ അല്ല. അല്ലെങ്കിൽ ബസ്സിൽ 3 ജാതി സംവരണം കാണാം. ഒന്ന് സ്ത്രീ സംവരണം സീറ്റേ, പിന്നൊന്ന് വികലാംഗ സംവരണം അല്ലേ, ഒന്ന് പിന്നെ ആർക്കാണ് എന്നെ പോലത്തെ വയസ്സന്മാർക്കുള്ള ഒരു സംവരണം അല്ലേ. അതുകൊണ്ട് ഈ വയസ്സന്മാര് അതുപോലെ വികലാംഗര് ഇവർ 2 കൂട്ടരും അവശരാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അക്കൂട്ടത്തിൽ തന്നെ പെണ്ണിനെ വെച്ചത് എന്തുകൊണ്ട്? അവൾ സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ മുന്നോട്ട് വരാൻ മാത്രമില്ല, അവർ അബലയാണ്. അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സംവരണം ഉണ്ടായിട്ടാണ് മത്സരിക്കുന്നത്. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകല്ല. ചില നിയമങ്ങളെന്ന് നിയമം തന്നെ പറഞ്ഞുകൂടാ. ചില നിയമങ്ങളെന്ന് പറയുന്ന ഏടാകൂടങ്ങളുടെ ബുദ്ധിപരമായ വശം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ വിഡ്ഢികൾക്ക് തൊപ്പി വെച്ച് കൊടുത്തിട്ട് കൊടയും ചൂടി നടത്തേണ്ടി വരും അയാളെ. ആ ജാതി നിയമങ്ങളാണ്. എന്തിനാ സംവരണം? തുല്യമാണെങ്കിൽ ആണുങ്ങളൊക്കെ സംവരണം ഉണ്ടായിട്ടാണ് മത്സരിക്കുന്നത്. നിങ്ങൾ സ്ത്രീ സമത്വം വാദിക്കുകയാണെങ്കിൽ നല്ല 1-ാം നമ്പർ ആണുങ്ങൾ മത്സരിക്കുന്നതിൻ്റെ എതിര് പോയിട്ട് മത്സരിക്കണം. അതല്ലേ നമ്മളെ കോൺഗ്രസിൻ്റെ വലിയ അവർ പെണ്ണിനോട് മത്സരിച്ച് തോറ്റു പറഞ്ഞാൽ അത് വേറെ വിഷയമാണ്. പെണ്ണും മത്സരിക്കുന്നതിന് അർത്ഥം അപ്പം എന്താ കണക്ക്? എല്ലാം കണക്ക് തന്നെയല്ലേ. ആണും പെണ്ണും മത്സരിക്കട്ടെ. 50% അല്ല 100% ആണിനും സംവരണം ചെയ്യുക, 100% പെണ്ണിനും സംവരണം ചെയ്യുക. ഇപ്പുറത്ത് ആണിക്കുകയാണെങ്കിൽ അപ്പുറത്ത് പെണ്ണിക്കണം, അപ്പുറത്ത് പെണ്ണിക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ആണിക്കണം. അങ്ങനെയാണ് വെച്ച് നോക്കുകയാണെങ്കിൽ. എന്നിട്ട് അതിൽ ജയിച്ചു കയറുന്നവരാണ് ചെയ്യും. അത് കയ്യൂല ഉറപ്പ്. എന്നാൽ പിന്നെ അവർക്ക് സംവരണം കൊടുക്കുക. ഇങ്ങനെയൊക്കെ നിയമം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളൊന്നിനും കൊള്ളാത്തവരാണ്, അവർ അവശരാണ്, അബലരാണ്. അതുകൊണ്ട് പ്രത്യേക നിയമ സംരക്ഷണം കൊടുക്കേണ്ടവരാണ് എന്നാണ് ഈ കാണുന്നതൊക്കെ. ഞാൻ ഈ വിഷയത്തിൽ നിന്ന് വിചാരിച്ചാലോ വന്നപ്പം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇതുമായിട്ട് വിഷയം ബന്ധമില്ല. ഏതായാലും ഈ പീഡനമൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുക. അതിൽ പഠിച്ചാൽ ചിലപ്പോൾ ചില സംഭവങ്ങളിൽ സ്ത്രീ പീഡിപ്പിക്കുന്നുണ്ട്, ചില സംഭവങ്ങളിൽ സ്ത്രീയെ പീഡിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുരുഷനും പീഡിപ്പിക്കുന്നവനാണ്, പീഡിപ്പിക്കപ്പെടുന്നവനാണ്. സ്ത്രീയും അങ്ങനെ തന്നെയാണ്. അത് സത്യസന്ധമായിട്ട് അന്വേഷിക്കുക. സത്യസന്ധമായി അന്വേഷിച്ചിട്ട് ആരാണ് പീഡിപ്പിക്കുന്നത്, ആണാണും പെണ്ണായാലും അവനെ ശിക്ഷിക്കേണ്ടതാണ്. അപ്പോൾ പീഡനമൊന്നും പറയേണ്ട. അറബി ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാലും അന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാലും ശാരീരിക വളർച്ചയും അതിനനുസരിച്ചുള്ള ലൈംഗിക പക്വതയും കിഴക്കിൻ്റെ ചൂട് പ്രദേശത്ത് വരുന്നത് പടിഞ്ഞാറിൻ്റെ തണുപ്പ് വശത്ത് വരുന്നതിന് എത്രയോ മുമ്പാ. 7 വയസ്സ് കഴിഞ്ഞാൽ 8 വയസ്സ് മുതൽ ശാരീരിക വളർച്ചയെത്തുന്നു പെൺകുട്ടികൾ. നല്ലൊരു വിഭാഗം 9 വയസ്സോടുകൂടി ഉഷ്ണമേഖലകളിൽ ഋതുമതികളാവുന്നു. നിയമപരമായി പ്രായപൂർത്തിയെത്തുകയും ലൈംഗികമായി ശാരീരികമായി സജ്ജമാവുകയും ചെയ്തു എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. ഒരു പെണ്ണിന് മെൻസസ് തുടങ്ങി എന്ന് പറഞ്ഞാൽ ശാരീരികമായി വളർച്ചയെത്തി അതോടുകൂടി ലൈംഗികമായി അവൾ സജ്ജയായിരിക്കുന്ന ഒരു പുരുഷനെ സ്വീകരിക്കാൻ അത് 9 വയസ്സാവുമ്പോൾ അറബികളുടെ ഇടയിൽ വ്യാപകമായി അത് നടക്കുന്നു. കാരണം എന്താ?
കിഴക്കൻ ഉഷ്ണപ്രദേശ. ആ കിഴക്കൻ ഉഷ്ണപ്രദേശത്തുള്ള ആളാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് തന്നെ 9 വയസ്സാവുമ്പോഴേക്ക് എല്ലാ അർത്ഥത്തിലും ശാരീരികമായി മഹതിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു പുരുഷനെ സ്വീകരിക്കാൻ വേണ്ട ശാരീരിക വളർച്ചയും അതോടുകൂടി ലൈംഗിക വളർച്ചയും പൂർത്തിയായിട്ടുണ്ട്. ശാരീരികമായി കുറച്ചല്പം പിന്നിലായിരുന്നു. ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, ശാരീരികമായിട്ട് അല്പം പിന്നിലായിരുന്നു. ഇതുകൊണ്ട് എൻ്റെ ഉമ്മ പല വൈദ്യന്മാരെയും സമീപിച്ച് ശരീരം ഒന്ന് പുഷ്ടിപ്പെടാൻ വേണ്ടി ചികിത്സ നടത്തി. ഒന്നും ഭരിക്കുന്നില്ല. അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അധികം ദൂരെയൊന്നും പോണ്ട, ഈത്തപ്പഴം കാരക്കയും കക്കരിക്കയും കൂട്ടി ഒന്നിച്ച് കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുകയും. ഇവിടെയൊക്കെ കിട്ടുമല്ലത്, ഈത്തപ്പഴവും കിട്ടും കക്കരിക്കയും കിട്ടും. ഒരാൾക്ക് തടി കുറച്ച് നന്നാണെന്ന് പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനം. കുറച്ച് ദിവസം തുടർച്ചയായി ഈത്തപ്പഴവും കക്കരിക്കയും ഒന്നിച്ച് കഴിച്ചപ്പോൾ സമിന്തു, ഞാൻ നല്ലോണം തടിച്ചു കൊഴുത്തു. അപ്പം ശാരീരികമായ വളർച്ചയും പൂർത്തിയായി. ലൈംഗിക വളർച്ച 9-ാം വയസ്സിൽ ഋതുമതിയായതോടുകൂടി വളർച്ചയായി. പിന്നെന്താ എന്നുള്ള കേട്? ശരീരം കൊണ്ടും ആരോഗ്യമുണ്ട്, ലൈംഗിക വളർച്ച എത്തിയ ഋതുമതിയുമാണ്. അങ്ങനെ 9 വയസ്സ് കഴിഞ്ഞ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് തിരുനബി സ്വല്ലല്ലാഹു. മറ്റൊരു കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഈ ആശയം ഇതൊക്കെ മുളക്കുന്ന എവിടുന്നാണെന്നറിയോ? പടിഞ്ഞാറുന്ന. ഈ പടിഞ്ഞാറ് കൊടും തണുപ്പിൻ്റെ നാടാണ്. ഇപ്പോഴല്ലേ പരിഷ്കാരം പറയുന്നത്. പടിഞ്ഞാറുകാരൻ പല്ല് തേക്കാൻ തുടങ്ങിയിട്ട് വിരലിലെണ്ണ കൊല്ലായിട്ടുള്ളൂ. മറ്റേ പടിഞ്ഞാറൻ ചിരിച്ച ഒരു മഞ്ഞ ഒരു വെളർത്ത ചിരിയാണ്ടായിരുന്നു പറഞ്ഞു. കാരണം ഇതാ പല്ലുണ്ടായാലും തേച്ച് നോക്കിയിട്ടുണ്ടാവില്ല. മാത്രമല്ല അതൊരു പുതുമയല്ല. ഞാൻ ചോദിക്കട്ടെ, വെള്ളം കൊണ്ട് മലവിസർജനം ചെയ്ത കഴുകൽ യൂറോപ്പ് പഠിച്ചത് എന്ന് മുതലാണ്? അതല്ലേ. ബാക്കിയൊക്കെ ഒരു വലിയ സംസ്കാരത്തിൻ്റെ മേലെ തലക്കലാന്നറിയാം. കാഷ്ടിച്ചാലേ വെള്ളം കൊണ്ട് കഴുകാൻ തുടങ്ങിയത് ഇപ്പം ഇവിടെയാണ്. തണുപ്പിൻ്റെ പേരും പറഞ്ഞിട്ട് പേപ്പറോ അതുപോലത്തെ എന്തെങ്കിലും കഷ്ണങ്ങളോ എടുത്തിട്ട് തുടച്ച് കളയുക, ബാക്കി മണത്തോണ്ട് കിടക്കുക. പല്ലുണ്ടായാരെ ഞാനിത് പറയുമ്പോഴേ ഇവർ പടിഞ്ഞാറ് മഴ ചെയ്യുമ്പോൾ ഇവിടെ കുട പിടിക്കുന്ന കുറച്ച് വിവരദോഷികളുണ്ട്. അവരെ സംബന്ധിച്ചാണ് പറയണത്. ഓല് പറയുന്ന ഒക്കെ വേദവാക്യമായിട്ട് കാണുമ്പോൾ ഓല് എന്നായി സംസ്കാരം പഠിച്ചത്? അത് ഇവർക്ക് അറിയാനിട്ടല്ലോ. ഇവരെന്നായി സംസ്കാരം പഠിച്ചത്? ഇപ്പോഴും അതാ. ഇപ്പോഴും ഒരു യൂറോപ്യൻ മലവിസർജനം ചെയ്ത കൈ കൊണ്ട് കഴുകി വൃത്തിയാക്കൂല, ഇന്നും ചെയ്യൂല. അതല്ലേ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പുറത്ത് വേറൊരു ക്ലോസറ്റ് വെക്കണുണ്ട്. ഞങ്ങൾ ഉണ്ടോ? ഇവിടെ നമ്മളവിടെ ഒന്നും വെക്കൂല. അത് സ്റ്റാർ ഹോട്ടലുകളിലേ നമ്മളവിടെ വെക്കുള്ളൂ. എന്തിനാണെന്നറിയോ? മറക്കിയിരുന്ന് കഴിഞ്ഞിട്ട് അത് ഫ്ലഷ് അടിച്ച് പോയി ഇപ്പുറത്തേക്ക് കയറി ഇരുന്നിട്ട് ഇവിടെ ഓണാക്കിയ അടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൂത്തിരിയായിട്ട് മേപ്പെട്ട് ഇങ്ങനെ വരും. തമാശ പറയല്ല, ഇന്നും നിലവിലതാണ്. നമ്മളൊരു കൂട്ടുകാരുണ്ട്, ഒരു ഡോക്ടർ, നമ്മളെ അമ്മൻ്റെ ഡെൻ്റൽ ഹോസ്പിറ്റലിലെ പ്രൊഫസറാണ് അദ്ദേഹം. അയാളെ സ്വന്തം പറയാം, അയാളെ കൂടെ ഒരു കൂട്ടുകാരൻ, അമേരിക്കക്കാരനായ ഒരു കൂട്ടുകാരൻ, അയാൾ നല്ല ദയവാർത്തും കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും വെറുക്കപ്പെട്ട കാര്യം മലവിസർജനം ചെയ്തിട്ട് സ്വന്തം കൈ കൊണ്ട് കഴുകുക എന്നറിയണ ഏർപ്പാടാണ്. ഇത്രയും നീചമായൊരു പണി ചെയ്യാനല്ലോ. കാരണം അവൾക്ക് അറിയാനില്ല. ഓരെന്താ അതിലിങ്ങനെ ഇരുന്ന് കൊടുക്കുക, എന്നിട്ട് അടിയിൽ നിന്ന് ആ പൂത്തിരിയത്ത് പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിച്ചിട്ട് അതിന് വൃത്തിയാണ്. ഇപ്പോഴത്തെ ഇന്നത്തെ അവസ്ഥ അതിന് അധികം ആളുകളും ചെയ്യൂല. അതിനാണ് എന്താക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ ടിഷ്യൂ വെക്കണത്, അത് മാത്രം മതിയാക്കുന്നവരായപ്പോൾ. എന്നിട്ട് ഓരപ്പം ഈ 1500 കൊല്ലം മുമ്പേ ആദ്യം കല്ലുകൊണ്ട് വൃത്തിയാക്കി രണ്ടാമത് വെള്ളം കൊണ്ട് കഴുകാൻ പഠിപ്പിച്ച ഈ സമുദായത്തെ സംസ്കാരം പഠിപ്പിക്കുന്നത്. ഓരെന്തെങ്കിലും പറയുന്നതോ ഒക്കെ ഏറ്റുപിടിക്കല്ല. പടിഞ്ഞാറ് പലപ്പോഴും 15, 16, 17, 18 വയസ്സ് വരെ പെൺകുട്ടികൾ ഋതുമതികളാകാൻ താമസം പിടിക്കും. അത് അവിടുത്തെ തണുപ്പ് പ്രകൃതിയുടെ പ്രത്യേകതയാണ്. ആ തണുപ്പ് പ്രകൃതിയുടെ പ്രത്യേകത വെച്ചിട്ട് ഉഷ്ണമേഖലയാവുന്ന കിഴക്കൻ പ്രദേശത്ത് അങ്ങനെ ഉണ്ടാവില്ല. 9, 10, 11, 12, 15 മുമ്പ് എന്തായാലും 99.99 ഋതുമതികളായിട്ടുണ്ടാവും. അത് കാരണം എന്താ? ഇവിടുത്തെ കാലാവസ്ഥയും അതിനനുസരിച്ചുള്ള ശരീര പ്രകൃതിയുടെയും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുഴം വെച്ചിട്ട് ഇവിടെ അളക്കാൻ പറ്റൂല. ഇതെന്തിനാ അങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഇവർ ആരോപിക്കുന്ന, കെട്ടിപ്പറയുന്ന വലിയൊരാരോപണമാണ് 53 വയസ്സായ ഒരാള് 9 വയസ്സായ ഒരു ചെറിയ കൊച്ചു ബാലികയെ വിവാഹം ചെയ്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപ്പേര് പറഞ്ഞ് ആക്ഷേപിക്കും. അതിനാ പറയുന്നത് ഓരോന്നിനും ഓരോ അളവ് പോലുണ്ട്. തെങ്ങുമ്മ കയറുന്ന അളപ്പുകൊണ്ടല്ല കൗങ്ങുമ്മ കയറുക. കൗമുങ്ങ കയറാൻ തളപ്പ് വേറെയാണ്, തെങ്ങുമ്മ കയറാൻ വേറെ തളപ്പാണ്. യൂറോപ്പിൻ്റെ ആരോഗ്യസ്ഥിതിയും ശരീര വളർച്ചയുമല്ല കിഴക്കിൻ്റെ ആരോഗ്യസ്ഥിതിയും ശരീര വളർച്ചയും. കാലാവസ്ഥക്കും സാഹചര്യത്തിനും അനുസരിച്ച് കാര്യങ്ങൾ പഠിക്കാൻ കഴിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ. ലോകം ആദരിക്കുന്ന മഹാനായ ഒരു നേതാവിനെ അവമതിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ച് കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നത് മിതമായി പറഞ്ഞാൽ വിവരമില്ലായ്മയാണ്. ആട്ടെ, ഈ വിവാഹം കഴിഞ്ഞ് സന്തോഷമായി ജീവിക്കുന്നു. സൗദ റളിയല്ലാഹു തആല അൻഹക്ക് നേരത്തെ തന്നെ ഒരു ഭാര്യ എന്നുള്ള നിലക്കുള്ള എല്ലാ ബഹുമാനവും അംഗീകാരവും സ്ഥാനവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നുണ്ട്. അവരുടെ പൈതവ്യവും അവരുടെ പ്രത്യേകമായ ആദ്യകാല വിശ്വാസത്തിലുള്ള ബഹുമാനവും ഒക്കെ വകവെച്ചുകൊണ്ട് അതോടുകൂടി അവർക്കൊരു ഭർത്താവിൻ്റെ ശാരീരിക ബന്ധത്തിൻ്റെ താല്പര്യങ്ങളോ ആവശ്യങ്ങളോ ഒന്നും ഇല്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രിയായി പിന്നീട് വരും. പുത്രിയെ വിവാഹം കഴിച്ചു, ഉമ്മു സലമ ബീവിയെ വിവാഹം കഴിച്ചു. ഇങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ ബീവിയും ഉമ്മു സലമയും ഒക്കെ ഭാര്യമാരുണ്ടായപ്പോൾ ഇവർക്കൊരു ശങ്ക. നല്ലോണം മനസ്സിലാക്കണം, നബി തങ്ങൾ പറഞ്ഞു എന്ന് ചില റിവായത്തുകളിലുണ്ട്, ശരിയല്ല. അവർക്കൊരു ശങ്ക, അങ്ങനെ തന്നെ വ്യക്തമായി ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. അവർക്കൊരു ശങ്ക, എനിക്കോ ലൈംഗികമായ താല്പര്യം ഒരു ഭർത്താവിൽ നിന്നൊന്നും ഇല്ല, എന്നാലും ഒരു ഭർത്താവിൻ്റെ സാമീപ്യം ഏതൊരു സ്ത്രീയും എത്ര വയസ്സായാലും ആഗ്രഹിക്കും. അത് ലൈംഗിക ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, തനിക്ക് എപ്പോഴും ഒരു സമാധാനവും സംരക്ഷണവും നൽകാൻ തൻ്റെ കൂടെ യോഗ്യനായ ഒരു പുരുഷനുണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീക്കും ആവശ്യമാണ്. അപ്പോൾ നല്ല സുന്ദരികളും യുവതികളും ഉന്നത തറവാടികളുമാവുന്ന സ്ത്രീകൾ ഭാര്യാപദം ഏറ്റെടുത്തുകൊണ്ട് വീട്ടിലുണ്ടാവുമ്പോൾ ഒരു വേള എന്നെ നബി തങ്ങൾ പറഞ്ഞയച്ചെങ്കിലോ. നബി തങ്ങൾ ഒരിക്കലും അത് ചെയ്യൂല കേട്ടോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും അവശരെയും വിഷമിക്കുന്നവരെയും സഹായിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്കൊരു ശങ്ക, കാരണം ഭാര്യമാരെ വെക്കുന്നതിൻ്റെ പ്രധാന ആവശ്യം ശാരീരിക ആവശ്യം തന്നെയാണല്ലോ. അത് താല്പര്യമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പം അതിനൊക്കെ പറ്റുന്ന ആളുകൾ വേറെ ധാരാളം വീട്ടിൽ ഭാര്യമാരായി ഉണ്ടാവുമ്പോൾ പിന്നെ എന്നെ തലാക്ക് ചൊല്ലിയെങ്കിലോ. കൊല്ലങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷ ബീവിയോടുള്ള പ്രത്യേക സ്നേഹവും വാത്സല്യവും, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയോട് പ്രത്യേക സ്നേഹവും ആദരവുമായിരുന്നു. ഇവിടെ പ്രത്യേക സ്നേഹവും വാത്സല്യവുമായിരുന്നു. അതിന് പിന്നിലുള്ള കാരണം ലൈംഗികമോ ശാരീരികമോ അല്ല, മറിച്ച് ഒരു ഹദീസിൽ കാണാം, തഅല്ലമൂ മിൻ ആദിൽ ഹുമൈറായി നിസ്ഫ ദീനിക്കും. ദീൻ കാര്യത്തിൻ്റെ നേരെ അർദ്ധഭാഗം ഈ ഒറ്റ യുവതിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അവിടുത്തെ ബുദ്ധിയും ഓർമ്മശക്തിയും വിശകലന പഠിത്തവും സംശയം എന്തുണ്ടെങ്കിലും എവിടെ വെച്ചും എപ്പോഴും അത് തീരുന്നത് വരെ ചോദിച്ചു തീർക്കുകയും ചെയ്യുന്ന പ്രത്യേക ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം മുഴുവനും മാതൃകയാണല്ലോ, ഉസ്വത്തുൻ ഹസനത്തല്ലേ. വീട്ടിൻ്റെ അകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വകാര്യ ജീവിതത്തിൽ ഏർപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ട മര്യാദയും മാനവും സംസ്കാരവും കൃത്യമായി വരച്ചിട്ട് കാണിക്കാൻ അനുഭവസ്ഥർ വേണം. തുടക്കത്തിൻ്റെ അന്ന് നമ്മൾ പറഞ്ഞേക്ക്, സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോഴും ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും മാന്യനാണ്, വീട്ടിൽ ചെന്നാൽ സ്വകാര്യ ജീവിതത്തിൻ്റെ കാര്യം അലമ്പാണ് എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടും സംശുദ്ധവും പരിപാവനവും ലോകാവസാനം വരെയുള്ളവർക്ക് മാതൃകയുമാണ്. അത് പുറത്തേക്ക് ഒപ്പിയെടുത്ത് പകർത്തി കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഏതൊരാളും പുറത്ത് പറയാൻ മടിക്കുന്ന അതീവ സ്വകാര്യമായ ലൈംഗിക ബന്ധത്തിലെ വിഷയങ്ങൾ വരെ കൃത്യം
കൃത്യമായി വരച്ചിട്ട് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല പ്രത്യേകിച്ചും മറ്റു ഉമ്മഹാത്തുൽ മോമിനീങ്ങളും അത് പുറത്ത് പറയുന്നുണ്ട്. അപ്പം ഇത് ഇസ്ലാം ആഴത്തിൽ പഠിച്ച് അതിൻ്റെ വിശാലമായ ആഴത്തിലും വിശാലതയിലുമുള്ള അറിവ് നേടി പിൽക്കാലത്തുള്ളവർക്ക് ഇത് സമർപ്പിക്കണം. അതുകൊണ്ട് തന്നെ ലോകത്ത് കഴിഞ്ഞു പോയതും വരാതിരിക്കുന്നതുമായ സ്ത്രീകളുടെ കൂട്ടത്തിൽ അറിവിലും ഓർമ്മശക്തിയിലും സമാനരായ ഒരാളെ കേട്ടിട്ടില്ല എന്ന്. ആയിഷ റളിയല്ലാഹു തആലക്ക് സമാനമായ ഒരു പണ്ഡിത ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. ആയിരക്കണക്കായ സഹാബ പ്രമുഖർ, അവർക്കിടയിൽ തീരുമാനിക്കാൻ കഴിയാത്ത എന്ത് സംശയം വന്നാലും ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി, ആ മറുപടിയോടുകൂടി എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവും. അത്രയും വലിയ കഴിവുള്ള ഒരു പണ്ഡിതയാണ്. അതുകൊണ്ട് ഇസ്ലാം പകർത്തിയെടുത്ത് പിന്നീട് വരുന്ന തലമുറക്ക് കൈമാറാൻ അവരെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച മഹത്തായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവർ യോഗ്യയാണെന്നും അതിനവരെ മാനസികമായി സജ്ജമാക്കാൻ നബി തങ്ങൾ അവർക്ക് പ്രത്യേക താങ്ങ് കൊടുത്തിരുന്നു. ഇത് മനസ്സിലാക്കിയ മഹദിയായ സൗദ റളിയല്ലാഹു അൻഹ തൻ്റെ ആശങ്ക അകറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്നിട്ട് ആഗ്രഹിക്കുന്ന ശാരീരികമായ ഒരാഗ്രഹവും എനിക്കില്ല. എന്നാലും അവിടുന്ന് എന്നെ കൈവെടിയരുത്. എൻ്റെ ലക്ഷ്യം ഒന്നാണ്, നാളെ പരലോകത്ത് സ്വർഗലോകത്ത് അങ്ങയുടെ കൂടെ അവിടുത്തെ വീടരാവുന്ന ഉമ്മഹാത്തുൽ മോമിനീങ്ങളുടെ കൂടെ ഒരു സ്ഥാനം എനിക്കും വേണം. മുടക്കൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അല്ലെങ്കിൽ തന്നെ അവർക്ക് എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങളെ തലാഖില്ല എന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ സ്വർഗത്തിൽ ഉമ്മഹാത്തുൽ മോമിനീങ്ങളിൽ പെട്ടുകിട്ടുക എന്ന ഒറ്റ ആഗ്രഹവും നബി തങ്ങളുടെ പത്നി എന്ന ആ മഹത്വവും ബഹുമാനവും നിലനിർത്താൻ വേണ്ടിയിട്ട് നബി തങ്ങളുടെ ഇഷ്ടം പിടിച്ചെടുക്കാൻ ചെയ്ത കാര്യം, എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ദിവസം തോറും വീതിക്കുമ്പോൾ അത് വ്യത്യസ്ത രീതിയിലാവാം, 3 വത്സരം വരെ ആവാം. പക്ഷേ നബി തങ്ങൾ ഓരോ ദിവസമായിരുന്നു വീതിച്ചിരുന്നത്. ഒരു ദിവസം ഒരു പത്നിയുടെ കൂടെ താമസിച്ചാൽ അടുത്ത ദിവസം മറ്റേ പത്നിയുടെ കൂടെ ആയിരിക്കും. അങ്ങനെ വന്നു. എൻ്റെ ഒരു ദിവസം എൻ്റെ അവകാശമാണല്ലോ, അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആയിഷയ്ക്ക് ഞാൻ എൻ്റെ വക വിട്ടുകൊടുത്തു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് വരെയും, പിൽക്കാലത്ത് 9 ഭാര്യമാരുണ്ടായിരുന്നു ആദ്യമല്ലെങ്കിലും, പിൽക്കാലത്ത് 9 ഭാര്യമാരുണ്ടായ കാലത്ത് ബാക്കി 7 ഭാര്യമാരുടെ കൂടെ ഓരോ ദിവസം താമസിച്ചാൽ 8ഉം 9ഉമായി 2 ദിവസം ആയിഷ റളിയല്ലാഹു തആലയുടെ കൂടെ ഉണ്ടാകുക. ഒന്ന് ആയിഷ ബീവിൻ്റെ അവകാശവും ഒന്ന് സൗദ ബീവി വിട്ടുകൊടുത്തതുമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യങ്ങളും കൽപ്പനകളും അക്ഷരം പ്രതി ശിരസാവഹിച്ച് ഹജ്ജത്തുൽ വദാഇ കഴിഞ്ഞ് പോരുമ്പോൾ പറഞ്ഞു, ഹാദിഹി സുമ്മ ലഹ്റുൽ ഹുസ്ർ. ഇതാ ഹജ്ജ് ഇതോടുകൂടെ നിങ്ങളെ കടമ കഴിഞ്ഞിട്ടാ, ഇനി നിങ്ങൾ പായ്പുറത്ത് വീട്ടിലിരുന്നാൽ മതി. ഇതെല്ലാവരും കേൾക്കാനേ പറഞ്ഞത് 9 ഭാര്യമാരും. അത് മരണം വരെ അക്ഷരാർത്ഥത്തിൽ പാലിച്ച 2 ആളുകളെ ഉമ്മഹാത്തുൽ മോമിനീങ്ങളിലുള്ളൂ. ഒന്ന് ഇപ്പറഞ്ഞ സൗദാ ബീവി, മറ്റൊന്ന് സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ. അവർ 2 പേരും പറഞ്ഞു, നബി തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്ത് ഞങ്ങളുടെ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഫർള് വീടി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇനി വീട്ടിലിരിക്കാനാണ്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്നൊരു യാത്ര പുറപ്പെടൽ 3 കെട്ടും കെട്ടി പള്ളിപ്പറമ്പിലേക്കുള്ള യാത്രയല്ലാത്തൊരു യാത്രയല്ല. അത്രയും നബി തങ്ങളുടെ താല്പര്യം പാലിച്ചുകൊണ്ട് അവിടുത്തെ വീട്ടിലെ ഒരു അംഗമായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവർ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്തും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലത്ത് 9ാം വർഷത്തിൽ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം 11 വർഷം കഴിഞ്ഞിട്ടാണ് അവർ വഫാത്താകുന്നത്. അവരെപ്പറ്റി വിശദമായി പറയാൻ സമയമില്ല. വളരെ രസികയായിരുന്നു. ഒരു ആചാനുബാഹുവാണ്, വലിയ തടിച്ച് ഉയർന്ന പൊക്കവും തടിയുമുള്ള വലിയ ഒരു ആചാനുബാഹുവായിരുന്നു. അതോടുകൂടി
വളരെ ലളിത ജീവിതത്തിന് ഉടമയാണെന്ന് മാത്രമല്ല, എപ്പോഴും തമാശ പറയുന്ന, ഏത് പിരിമുറുക്കമുള്ള സാഹചര്യത്തിലും തമാശയിലൂടെ ആ പിരിമുറുക്കത്തെ ലഘൂകരിക്കാൻ മഹദി അവർക്കുള്ള കഴിവ് പ്രത്യേകമായിരുന്നു. പല തമാശകളും പറയാൻ സമയമില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ രാത്രിയെ, നബി തങ്ങളുടെ തഹജ്ജുദല്ലേ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തഹജ്ജുദ് തുടരാം എന്ന ആഗ്രഹത്തിൽ സൗദ ബീവി തുടർന്ന് പരമാർത്ഥം എങ്ങനെയെങ്കിലും പഠിച്ചവനെ ഇത് കഴിഞ്ഞിട്ടെങ്കിലും ഇതായി. അതിപ്പോൾ ആരും പറയില്ലെങ്കിലും അങ്ങനെ ഉണ്ട്. നിസ്കരിച്ച് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ സംസാരിക്കുമ്പോൾ പറയാൻ നബിയേ എല്ലാം സഹിക്കട്ടോ, ആ റുക്കൂരി ഞാൻ കരുതിൻ്റെ മൂക്കിന്ന് ഇതാ അകപ്പാടെ പൈപ്പ് തുറന്നേക്കും ചോര വരികയാണെന്ന് കരുതി. ഞാൻ കുമ്പിട്ട് ഇങ്ങനെ നിന്ന് തല വിങ്ങിയിട്ട് മൂക്ക് കൂടപ്പോൾ ചോരരുന്ന് എഴുതിപ്പോയി. ഈ നിരക്ക് പല തമാശകളും എത്ര അതിലേക്ക് കടന്ന ആയിഷ ബീവിയിലേക്ക് കിടക്കാൻ കഴിയില്ല. ആയിഷ ബീവിനെ അധികം നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റൂല. ഒരു ആരോപണത്തിന് മറുപടിയാണ് ഒരു ദിവസം വേറെ വേണം, അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ആയാലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ വീട്ടമ്മയായി ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മക്കളുടെയും ബഹുമാനവും സ്നേഹവും സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടി സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിപദം അലങ്കരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് യാത്ര പോയി. അവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമ്മൾ നോക്കുക. ഇനി ബാക്കി കുറേ ഭാര്യമാരുണ്ടല്ലോ, എല്ലാവരെ പറ്റിയും വിശദമായി പറയില്ല. ആയിഷ ബീവിയെ പറ്റി അല്പം വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്, ശത്രുക്കളുടെ ആരോപണം അവിടെ കൂടുതലുള്ളത് കൊണ്ട്. മറ്റൊന്ന് സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. പിന്നെ എന്തൊക്കെ പറയാം, അത് തലയും പാലും ഇല്ലാത്ത പറച്ചിൽ, വേണമെങ്കിൽ ആ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം. ഇത് രണ്ടും വസ്തുതാപരമായി പഴയ കാലത്തെ ഇവർ പറയുന്ന കണ്ണുമടച്ച് പറയുന്ന കള്ള ആരോപണങ്ങളുണ്ട്. അതിൻ്റെ വസ്തുത നിഷ്പക്ഷമതികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതൊന്ന് പറയൽ നമ്മൾക്കൊരു ആവശ്യമാണ്. ഏതായാലും ആട്ടെ, ചുരുക്കി ഞാൻ പറയാം. മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് 6-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 7-ാമത്തെ വയസ്സിൻ്റെ തുടക്കത്തിൽ നിക്കാഹ് കഴിച്ചോടം മുതൽക്കല്ല നബി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മറിച്ച് ആ കുടുംബം രണ്ടും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നത് കാണാം. മാ മിൻ യൗമിൻ ഇല്ലാ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തീനാ സബാഹൻ ഔ മസാഅൻ. ഒരൊറ്റ ദിവസം മക്കയിൽ നബി തങ്ങളുള്ള കാലത്ത് ഒരുപക്ഷെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നേരം ഞങ്ങളുടെ വീട്ടിൽ വരാത്തൊരു സംഭവമില്ല. പക്ഷേ രാത്രി വരാറില്ല, ഉച്ചക്കും വരാറില്ല. അവിടെ വിഷയം സബാഹൻ വ മസാഅൻ വരും, രാവിലെ വരും അല്ലെങ്കിൽ വൈകുന്നേരം വരും. ഇതിന് വിരുദ്ധമായി ഒരു ദിവസം നല്ല നട്ടുച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ആദ്യം കണ്ടത്. കാരണം എന്താ, കുട്ടിയാണല്ലോ, മുറ്റത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചോദിക്കും, അറബി നാട്ടിലെ ജാതി വെയിലിൻ്റെ സമയത്ത് മുറ്റത്ത് വലിയ ഒറ്റ കുട്ടി ഉണ്ടാവില്ല, കുട്ടിയൊക്കെ ഉണ്ടാവില്ല കഥ. ഇപ്പം നമ്മളെ കുട്ടികളെ ഈ മഴയൊക്കെ പാടെ കോരിച്ചെരിയുന്ന സമയത്ത് പിടിച്ചാത്തിട്ടില്ലെങ്കിൽ മുഴുവൻ മഴയത്ത് പുറത്താണ്ടാകുക. ഓൽക്ക് എന്ത് വെയിൽ, നമ്മൾ വെയിൽ കൊണ്ടിട്ട് ചൂടായിട്ട് എസിൻ്റെ ചൂട്ടിലിരിക്കുമ്പം ഓല് സൈക്കിളും ചവിട്ടി റോട്ടിൽ കൂടെ അങ്ങനെ നടക്കും. അത് ആ പ്രായത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആയിഷ ബീവിക്ക് അന്ന് അത്രയല്ലേ വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവർ മുറ്റത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ആ നട്ടുവെച്ച സമയത്തും കണ്ട് വരുന്ന കണ്ടാട് അവിടുന്ന് ചാടി എണീച്ച് വേഗം ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കയറുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പഠിച്ചവനെ, ഇന്ന് വരെ ഈ ഒരു സമയത്ത് നബി തങ്ങൾ വന്നിട്ടില്ലല്ലോ. ഒന്നിരിക്കലും രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ് വരിക, ഇതെന്താണ് ഉച്ചക്ക്? തീർച്ചയായും എന്തോ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടായത് കൊണ്ടാണ്. അപ്പം എന്ത് പറഞ്ഞാൽ ചരിത്രം പറയാനല്ലോ, ഹിജറിൻ്റെ ചരിത്രം പെട്ടതാ. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ എന്നും ദിവസത്തിൽ ഒരിക്കൽ ആ വീട്ടിലുണ്ട്. അപ്പം അന്ന് മണ്ണ് വാരി ചിരട്ടപ്പം ചുട്ടുകൊണ്ട് ചിരട്ടപ്പുട്ട് ചുട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രായത്തിലുള്ള ആയിഷ ബീവി കണ്ടിട്ടില്ലാന്നോ, ആയിഷ ബീവിനെ നബി തങ്ങൾ കണ്ടിട്ടില്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നേരത്തെ തന്നെ പരിചിതരാണ്. അങ്ങനെയുള്ള ആയിഷ ബീവി അവരുടെ ഓരോ ചലനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ പാഠം, ചിന്തിക്കാനുള്ള കഴിവ്, കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള പ്രത്യേക വിശേഷ കഴിവ്, ഇതൊക്കെ. അതുകൊണ്ട് തന്നെ
കുട്ടിക്കളിയായിട്ടാണ് വീട്ടിലേക്ക് വന്നത്. 9ാമത്തെ വയസ്സിൽ വീട് കൂടുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ നബി തങ്ങളുടെ വീട്ടിൽ വീട് കൂടിയപ്പോൾ എൻ്റെ കളിപ്പാവകളോട് കൂടിയാണ് ഞാൻ പോയത്. ലുഅബുൽ ബനാത്ത്, ചിലയിടത്തൊന്നും ലുഅബ് കൂട്ടാതെ ബനാത്ത് എന്ന് ഒറ്റയ്ക്ക് തന്നെ ആയിഷ ബീവി പറയാം. ഇങ്ങനെ കളിപ്പാവയുമായി പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ കളിച്ച് ജീവിക്കുകയാണ്. അതോടുകൂടി ഒരു മനുഷ്യൻ്റെ എല്ലാ പക്വതയും അവർക്ക് എത്തിയിട്ടുമുണ്ട്. ഹദീസിലൊക്കെ കാണാം, ഒരു ദിവസം ഒരു ജനലുണ്ട്, ആ ജനലുമ്പോൾ ഇങ്ങനെ കുറേ പാവക്കുട്ടികളെ നിറച്ച് വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പിരിയിട്ടുണ്ട് ജനലിന്. പിരി ഒരിക്കൽ കാറ്റടിച്ച് പകരം മുന്തി നോക്കുമ്പോൾ നിറച്ചും പാവക്കുട്ടികളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ മാതി, എന്താ ഇതൊക്കെ കാലത്ത് ബനാത്തി, ആ കുട്ടിത്തെ അപ്പോഴും വിട്ടിട്ടില്ല, ബനാത്തിയർ എൻ്റെ പാവക്കുട്ടികൾ. വമാഹിയ ബൈനഹുന്ന, എന്നാ ഈ പാവക്കുട്ടികളെന്ന ഇടയിലെന്താ ഫറസുൻ, അത് കുതിര. അറബികളുടെ ഇടയിൽ ഇഷ്ടംപോലെ കുതിര ഉണ്ടോ? അപ്പോൾ ഇതെന്ത് കുതിരയാണ്? പാവക്കുതിരയല്ലേ, 2 ചെറിയ കുതിര. നമ്മളെ ചില കലണ്ടറിലുണ്ടല്ലോ ബുറാക്കിനുണ്ടാക്കി വെച്ച് എന്നതുപോലെ 2 ചെറിയ കുതിരയാണ് ആയിഷ ബീവിൻ്റെ കളിക്കോപ്പിലുള്ള പാവക്കുട്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാ ഫർസുൻ ലഹാ ജനഹാനി, എടാ ചിറകുള്ള കുതിര ഉണ്ടാവുമോ? എടുത്താക്കി ആയിഷ ബീവി എന്താ പറഞ്ഞത്? അമാ സമയത്ത അന്നലി സുലൈമാൻ അലൈഹിസ്സലാം ഫർസുൻ യതീറു, പണ്ട് ചക്രവർത്തി സോളമൻ ചക്രവർത്തി ഇല്ലേ, സുലൈമാൻ നബി അലൈഹി സ്വലാമിന് പറക്കുന്ന കുതിര ഉണ്ടായിരുന്നു കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിച്ചിരിച്ചു പോയി. അങ്ങനെ കുട്ടിക്കളി കളിക്കുക മാത്രമല്ല, കളിക്കാൻ വേണ്ടി കളിക്കൂട്ടുകാരികൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നാൽ കുട്ടികളൊക്കെ ഓടിപ്പോകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കളിക്ക് വിഘ്നം വരണ്ട എന്ന നിലക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ഈ കുട്ടികളെ വിളിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ അയക്കും. എന്നിട്ട് അവർ കൂടിയിരുന്ന് കളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസ്വദിക്കുമായിരുന്നു. ആ സമയത്തും അപ്പോൾ കുട്ടിയാണ്, ആ സമയത്തും എന്തൊരു കാര്യം കണ്ടാലും അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കും. വീട് കൂടിക്കുമ്പോഴാണല്ലോ സ്വകാര്യ ജീവിതം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇശാസ്കരിച്ച് വീട്ടിൽ വരും, ഇശാൻ്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, കിടന്നുറങ്ങും. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ആയിഷ ബീവി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണല്ലോ. അവർ കണ്ടുപിടിച്ചത് എന്താ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇശാസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വരും, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, എന്നിട്ട് 11 റക്അത്ത് വിത്ർ നിസ്കരിക്കും, എന്നിട്ട് കിടന്നുറങ്ങാം. ഇത് കണ്ടുപിടിച്ച ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എടാ ഇതെന്താ പരിപാടി? എൻ്റെ പച്ചി എന്നും ഇശാക്കരിച്ച് വന്നാൽ 11 റക്അത്ത് വിത്ർ കരിച്ചിട്ടാണ്. ആ തനാമോ കബുലാൻ തൂത്തിറ, നിങ്ങൾ മുത്തുനബിയായിട്ട് വിത്രിക്കരിക്കാതെ കിടന്നുറങ്ങുകയാണോ? കുട്ടിയാണെങ്കിലും ഓരോ കാര്യങ്ങളും എന്താ വീട്ടിൽ നിന്ന് കണ്ടതിൻ്റെ വ്യത്യാസം കണ്ടപ്പോൾ അതോ ശരി ഇതോ ശരി എന്ന് പഠിക്കണ്ടേ? അപ്പോൾ പറഞ്ഞു, ഇന്നമാ അന ലസ്തു കഅഹദിൻ മിസ്ലക്കും, നിങ്ങൾ ആരെ പോലെയല്ല ഞാൻ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്താണ്? ഒരു പക്ഷി മനുഷ്യനല്ലേ, ഉറങ്ങിപ്പോയാൽ ചിലപ്പം അറിഞ്ഞില്ലെങ്കിലോ മഹത്തായ വിത്ർ നഷ്ടപ്പെടണ്ടല്ലോ എന്ന നിലക്കാണ് നേരത്തെ നിസ്കരിക്കുന്നത്. ഞാൻ നിങ്ങളെ സാധാരണ മനുഷ്യനെ പോലെയല്ല, ഞാൻ ഇന്ന സമയത്ത് ഉണരണം എന്ന് ഉദ്ദേശിച്ച് കിടന്നാൽ ആ സമയത്ത് അല്ലാഹു തആല എന്നെ ഉണർത്തും, എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് വിത്ർ നഷ്ടപ്പെടും എന്നുള്ള പേടിയില്ല. അങ്ങനെ വിത്ർ നഷ്ടപ്പെടും എന്ന് ഭയപ്പെടാത്തവന് ഇശാ നിസ്കരിച്ചതിന് ശേഷം ഉടനെ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് പിന്നീട് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് ആ സമയത്ത് വിത്ർ നിസ്കരിക്കലാണ്. അപ്പോൾ എന്തിനു പറഞ്ഞു എന്ന് വെച്ചത് മസല പറയാൻ പറഞ്ഞതല്ല. അത്രയും ചെറിയൊരു കാര്യം ബാപ്പൻ്റെ നടപടിയും ഭർത്താവിൻ്റെ നടപടിയും തമ്മിൽ വ്യത്യാസം കണ്ടപ്പോൾ ഇതിലേതാണ് ശരി തെറ്റ്, ഇതിൽ എന്താണ് വസ്തുത എന്ന് പഠിക്കാൻ ആ കുട്ടി ഖുർആൻ ഒരിക്കൽ നല്ല ചെറുപ്പത്തിലെ ഖുർആൻ നല്ലോണം പഠിച്ച ആളാണ് ആയിഷ റളിയല്ലാഹു തആല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ ഹൂസിബ ഹലക്കാർ, ഏതൊരു മനുഷ്യനെ നാളെ പരലോകത്ത് ഹിസാബ് എടുക്കപ്പെട്ടാൽ അവന് പിന്നെ പരാജയം തന്നെ, അവൻ രക്ഷപ്പെടൂല. അങ്ങനെ ഉണ്ടോ? പറയണാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിസാബ് എടുത്താൽ അവിടെ ഓതി ആയിഷ ബീവി ഖുർആൻ,
എന്താ ഞങ്ങൾ പറഞ്ഞ് വമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. ഖുർആൻ പറയാ വലത്തെ കൈ കിതാബ് കിട്ടിയോലെ ചെറിയ നിലക്ക് ഹിസാബ് എടുക്കും. ഹിസാബ് എടുത്തു കഴിഞ്ഞിട്ട് പൂർണ്ണ സംതൃപ്തിയോടുകൂടി അവരുടെ അഹിലിലേക്ക് സ്വർഗത്തിലേക്ക് അവർ ചെന്നു ചേരും. നിങ്ങൾ പറയണ ഹിസാബ് എടുത്ത് ആലാക്കാവും. അള്ളാഹു തആല പറയുന്നത് വലത്തെ കൈ കിതാബ് കിട്ടിയോലെ ഹിസാബ് എടുത്താൽ അവർ സന്തോഷത്തിൽ സ്വർഗത്തിൽ പോകുമെന്ന്. ഹായ്, അള്ളാഹുവിൻ്റെ റസൂലല്ലേ പറഞ്ഞാൽ ചോദിക്കാൻ പറ്റൂല എന്നല്ല, മനസ്സിലാകാത്ത ചോദിച്ച് മനസ്സിലാക്കണം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ഇന്നമാ ദാലിക്കൽ അർളു, അത് ഹിസാബ് എന്നല്ല വരവ് ചെലവ് കണക്ക് നോട്ടം അല്ല ഖുർആനാ പറഞ്ഞത്. മറിച്ച് തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ ഒരു എന്താണ് രണ്ടാമത്തെ ഒരു അവതരണമാണ് അർള്. അർള് പറഞ്ഞെന്താ കിതാബ്. ഇപ്പോൾ എൻ്റെ വിഷയമുള്ള സമയം കാമത്ത് കൊടുക്കാനുമായി. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കിതാബ് അക്ഷരം പഠിച്ചവരും വായിക്കും പഠിക്കാത്തവരും വായിക്കുന്ന. അള്ളാഹു തആല പറഞ്ഞ അങ്ങനെയല്ല. അള്ളാഹു തആല പറഞ്ഞ എന്താണ്? അള്ളാഹു തആല പറഞ്ഞത് വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറഹു. നല്ലത് ചെയ്ത് അണുത്തൂക്കമാണെങ്കിലും അത് അവൻ കാണും, ചീത്ത ചെയ്തത് അണുത്തൂക്കമാണെങ്കിൽ അതും കാണുന്നാ പറഞ്ഞത്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറയാം അതാണ് എന്നല്ല പറയുന്നത് കേട്ടോ. ഇന്ന് രാവിലെ ഓണാക്കി വെച്ച ഒരു CCTV 24 മണിക്കൂർ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു മാസം വർക്ക് ചെയ്തു. ഇനി ഈ ഒരു മാസത്തെ പുനരാവിഷ്കരിക്കാൻ ഈ CCTV ഓണാക്കിയാൽ കിട്ടുമോ? കിട്ടൂലേ? ഹിസാബിൽ സമയം പെടുമോ സ്ഥലം പെടുമോ എന്നൊക്കെയുള്ള അഭിപ്രായത്തിന് പെടും എന്നുള്ളതാ സഹീഹ്. സമയവും സ്ഥലവും എല്ലാം പെടും. കാരണം ഇത് നേരെ റിപ്പീറ്റ് ചെയ്യാണ്. പ്രായപൂർത്തിയെത്തിയ അന്ന് മുതൽ മരണം വരെയുള്ള ജീവിതം റിപ്പീറ്റ് ചെയ്യാണ്, കാണുന്നാണല്ലോ അതിൽ പറഞ്ഞത്. അത് നമ്മളെ മുന്നിൽ ഇങ്ങനെ ഫ്ലാഷ് നമ്മളെ മുന്നിൽ പിന്നെ മറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അസ്റഉൽ ഹാസിബീൻ, ഹിസാബിന് പെരുത്ത് പണിയില്ല. പണ്ട് കാലത്ത് 3 മണിക്കൂറിൽ ഒരു റെക്കോർഡ് ഒരു രണ്ടാമത് റീറൈറ്റ് ചെയ്യണമെങ്കിൽ 2 മണിക്കൂർ അതിനും വേണം. ഇപ്പോഴോ ഇപ്പോൾ ഒരു CD റീറൈറ്റ് ചെയ്യണമെങ്കിൽ 1 CD അല്ല 1,00,000 CD റീറൈറ്റ് ചെയ്യണമെങ്കിൽ 3 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് ഒക്കെ മതി. അപ്പം അല്ലാഹു തആല അസ്റഉൽ ഹാസിബീൻ പറയണോ ഇത് മുഴുവനും കാണിച്ചു കൊടുക്കുകയാണോ അവൻ്റെ മുന്നിൽ? ഒന്നും നിഷേധിക്കാൻ കഴിയില്ല. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നത്. അപ്പം അതാണ് നിന്നെ മാതാരിക്കില്ല അർളു. ഇതെല്ലാം കണ്ണു മുന്നിൽ ഒന്ന് ഇങ്ങനെ കാണിച്ചു പോവുക. എന്തല്ല വരവ് ചെലവ് കണക്ക് കൂട്ടിയിട്ട് ലാഭവും നഷ്ടവും കണക്ക് കൂട്ടുന്നതിനാണ് ശരിക്കും ഹിസാബ് എന്ന് പറയാം. ആ ഹിസാബ് ലോകത്ത് ആരെ ചെയ്താലും ഹലക്ക. അതിനെ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു, ഇതാ നൂഖിഷ ഫിൽ ഹിസാബി ഹലക്ക. കൃത്യമായ വരവ് ചെലവുകൾ പരിശോധിച്ചാൽ എല്ലാവരും പരാജയപ്പെടും. അപ്പം എന്തിനു പറഞ്ഞു വെച്ചാൽ ഖുർആനാണെങ്കിലും സ്വന്തം ജീവിതമാണെങ്കിലും താൻ മനസ്സിലാക്കിയതിൽ നിന്ന് എന്ത് വ്യത്യാസം കണ്ടാലും അതിൻ്റെ വസ്തുതയും നിജസ്ഥിതിയും അന്വേഷിച്ച് മനസ്സിലാക്കാൻ അങ്ങേയറ്റ ജാഗ്രതയോടുകൂടി ഉത്സാഹത്തോടു കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഇത്ര വലിയ അറിവിൻ്റെ ഉടമയായി മാറിയത്. അവരുടെ ജീവിതം മുസ്ലിം ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുന്നത് തൻ്റെ 65 വയസ്സ് വരെ ജീവിക്കുകയുണ്ടായി. 65-ാമത്തെ വയസ്സിലാണ് വഫാത്താവുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞിട്ട് 40 വർഷത്തോളം ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉലൂമുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ദീനിന് സ്ഥായിയായ നിലനിൽപ്പുണ്ടാക്കാൻ വേണ്ടി ലോകത്തുള്ള മുഴുവൻ വനിതകളും കൂടി ചെയ്തതിനേക്കാൾ 1000 മടങ്ങ് സേവനം ചെയ്ത മഹദിയാണ്. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ ഉലൂം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം അവരൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് കടപ്പെട്ടവരാണ്. ബാക്കി അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട 1-2 ആരോപണങ്ങളുണ്ട്. ആ ഭാഗം ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൻ്റെ കൂടെ നാളെ അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുന്നുണ്ട്. നല്ലതിനെ മനസ്സിലാക്കി നല്ലതായി ഉൾക്കൊള്ളാനും
ചീത്തയെ ചീത്തയായി മനസ്സിലാക്കി അതിനെ കൈവടിയാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.